ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമാക്കി കോൺഗ്രസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ മേഖലാ ജാഥകൾ ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിക്കുമ്പോഴേക്കും KPCCയുടെ ഭാരവാഹി പട്ടികയൊക്കെ വന്നു കഴിഞ്ഞിരുന്നു. സുധാകര കാലത്തെ പട്ടികയിൽ നിന്നും ജംബോ ആക്കിയെങ്കിലും പരാതിയും പരിഭവവും മറനീക്കി പുറത്തുവരികയാണ്. കഴിവാണോ മാനദണ്ഡമെന്ന ക്ഷമ അക്ഷമയായത് കഴിഞ്ഞ ദിവസമാണ്. ഇന്നിപ്പോൾ മേഖലാ ജാഥകളിൽ ഒന്നിന്റെ ക്യാപ്റ്റൻ K മുരളീധരൻ തന്നെ വിശ്വാസ സംരക്ഷണ സംഗമം ഒഴിവാക്കി മടങ്ങാൻ ആലോചിച്ചു. ക്യാപ്റ്റൻ ഉടക്കിയെന്ന മാധ്യമ വാർത്തകളിൽ പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളോട് ഉടക്കി. ഒടുവിൽ VDയുടെയും സണ്ണി ജോസഫിന്റെയും വിളികളിൽ വഴങ്ങി മുരളീധരൻ പാർട്ടിയെ വിശ്വസിച്ച് പന്തളത്തെത്തി. താൻ നൽകിയ പേര് പരിഗണിക്കുമെന്ന ഉറപ്പിലാണ് വിശ്വാസ സംഗമത്തിലെത്തിയതെന്നാണ് വിവരം. അങ്ങ് കണ്ണൂരിൽ K സുധാകരൻ പറഞ്ഞത് ഇതുപോലൊരു തൃപ്തി ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ലെന്നാണ്. സുധാകരന്റെ വലങ്കയും പാർട്ടിയുടെ നാവുമായ റിജിൽ മാക്കുറ്റിയാണ് അവിടെ അവഗണിക്കപ്പെട്ടത്. പുറത്ത് പൊട്ടിത്തെറിച്ച ചാണ്ടിയുമ്മൻ ഇന്ന് സഭയിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇനിയൊരു ജനറൽ സെക്രട്ടറിക്ക് 2 സെക്രട്ടറിമാർ എന്ന പ്രഖ്യാപിക്കാനിരിക്കുന്ന പട്ടികയിലേക്കാണ് അതൃപ്തരുടെ നോട്ടം. 100 സെറ്റ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസം പട്ടിക പുറത്തു വരുമ്പോഴും തുടരുന്നുണ്ടോ? KC കോൺഗ്രസിനെതിരെ അതൃപ്തർ ഒരുമിക്കുമോ? അതൃപ്തി പുറത്തേക്കോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസ് സഹയാത്രികനായി N ശ്രീകുമാർ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സെയ്ദ്, രാഷ്ട്രീയ നിരീക്ഷകൻ A സജീവൻ എന്നിവരാണുള്ളത്. ആദ്യം ഞാൻ ശ്രീകുമാറിലേക്ക് പോകുന്നു. ശ്രീകുമാർ, ഈ രോഷവും പ്രതിഷേധവും പിണങ്ങലുമൊക്കെ എത്ര ദിവസം കാണേണ്ടി വരും? അതോ തെരഞ്ഞെടുപ്പ് വരെ നീളുമോ? നോക്കൂ ശ്രീമതി സ്മൃതി, നമ്മൾ സാധാരണ ഇതിനു മുമ്പ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള തെരുവ് ഭിന്നത, അതായത് തെരുവിലുള്ള അഭിപ്രായ ഭിന്നത നമ്മൾ കാണുന്നുണ്ടോ ഇവിടെ? നമ്മളൊക്കെ പറയുന്നു, അതായത് കോൺഗ്രസിൽ ഭിന്നതയുണ്ട്. പക്ഷേ ആരാണ് പരസ്യമായിട്ട് ഈ കമ്മിറ്റിക്കെതിരെ രംഗത്ത് വന്നത്? അബിൻ വർക്കിയും അതുപോലെ ചാണ്ടിയുമ്മനും അവരോട് വാർത്താലേഖകർ ചോദിച്ചപ്പോൾ അവർ 1-2 കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞു. അത് കൃത്യമായി കാണുന്നവർക്ക് അതൊരു കോൺഗ്രസ് വിരുദ്ധ പ്രസ്താവനയായിട്ട് തോന്നുകയുമില്ല. പ്രത്യേകിച്ച് ചാണ്ടിയുമ്മൻ്റെ കാര്യത്തിൽ അത് അബിൻ വർക്കിയോടുള്ള ഒരു ചോദ്യത്തിന് മാത്രമാണ് അത് പിന്നീട് അത് വലിയ വാർത്തയായത്. അതായത് ക്രിസ്ത്യാനിയാണോ? അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഉത്തരം പറഞ്ഞതിൽ ആ ഉത്തരത്തിലെ ചില കാര്യങ്ങൾ മാത്രം എടുത്ത് കാണിക്കുമ്പോഴാണ് അങ്ങനെ വന്നത്. പക്ഷേ ഇതൊക്കെ ആയിക്കോട്ടെ, ഇതെന്ത് സംഭവിച്ചാലും ശരി, കോൺഗ്രസിലെ അടിസ്ഥാന ഘടകങ്ങളിൽ, അതായത് പാർട്ടി പ്രവർത്തകരെ ഈ നേതൃതലത്തിലുള്ള ആരുടെയെങ്കിലും പിണക്കങ്ങൾ ഒരിക്കലും കാര്യമാക്കി എടുക്കാറില്ല ഇപ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണവർ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ ജയിക്കേണ്ട ഒരു കോൺഗ്രസ് മെമ്പർക്ക് ഈ വഴക്കിലൊന്നും താല്പര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് അവർ ഈ വിഷയത്തിലൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് വിശ്വാസ സംഗമത്തിൽ ആ പ്രദേശത്ത് മാത്രമാണെങ്കിൽ പോലും ഇത്രയധികം ആളുകൾ അവിടെ വന്നത്. പിന്നെ ഈ വിശ്വാസ സംഗമ റാലിയുടെ സമയത്ത് തന്നെ ഈ പട്ടിക പുറത്തിറക്കിയ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം കോൺഗ്രസ് വളരെ ആലോചിച്ചിട്ടെടുത്തൊരു തീരുമാനമാണത്. ആ പട്ടിക പൂർത്തിയായാൽ അപ്പം പ്രസിദ്ധീകരിക്കുക, അല്ലാതെ കാത്തിരിക്കുന്ന പരിപാടിയില്ല. കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ ഭിന്നത എല്ലാ കാലത്തും കൊണ്ട് ശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കൂ, ഒരു പാർട്ടിയുടെ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി വലുതായിപ്പോയി. ജംബോ കമ്മിറ്റി എന്നതിന് പറയുന്നു. ആ ജംബോ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല, കാരണം അതൊരു വാക്കാണ്. ആ ഒരു കമ്മിറ്റി വരുന്നതുകൊണ്ട് ആ കമ്മിറ്റിയുടെ ഗുണം അനുഭവിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരാണ്. കോൺഗ്രസ്സിലെ ഒരുപാട് നേതാക്കൾക്ക് സ്ഥാനവും പദവിയും കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ വിപുലപ്പെടുത്തേണ്ടി വരും. മറ്റു രാഷ്ട്രീയ കക്ഷികൾ ആ സംവിധാനം വേറെ നിലയ്ക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ CPM ഒരു കാലത്ത് സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉണ്ടെന്നു, പോളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും പുറമെ. ഇപ്പോൾ നമ്മുടെ CPIയുടെ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റിക്കും എക്സിക്യൂട്ടീവിനും പറഞ്ഞ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. സംവിധാനം പല രീതിയിൽ കൊണ്ടുവരും. യൂത്ത് കോൺഗ്രസിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാർട്ടികൾ അതാത് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സംവിധാനം ചെയ്യും. ഇത് ചാനൽ ആക്ടിവിസത്തിൻ്റെ കാലത്താണ് ശ്രീമതി സ്മൃതി നമ്മൾ സംസാരിക്കുന്നത്. ഈ ചാനൽ ആക്ടിവിസ സമയത്ത് ഒരുപാട് വിഷയങ്ങൾ അപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ അതൊക്കെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഭിന്നതയാണെന്ന് വരുത്തരുത്. ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ നോക്കൂ, K മുരളീധരൻ, അദ്ദേഹം KPCCയുടെ 4 വിശ്വാസ സംരക്ഷണ ജാഥ നയിച്ചതിൽ ഒരാളാണ്. അദ്ദേഹം ഇന്നലെ ആ ജാഥ ചെങ്ങന്നൂരിൽ സമാപിച്ച്, എല്ലാ ജാഥകളും ഇന്നലെ സമാപിച്ചു KPCCയുടെ. അദ്ദേഹം തിരിച്ച് ഗുരുവായൂർക്ക് അദ്ദേഹത്തിൻ്റെ 11-ാം തീയതി ദർശനത്തിന് വന്നു. ഞാൻ രാവിലെ അത് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്ക്
ഞാൻ അറിഞ്ഞത് അത് ഏതോ ഒരു തൽപര കക്ഷി കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ചതാണ് മാധ്യമങ്ങളെ. അദ്ദേഹം പന്തളത്തേക്ക് പോകുന്നില്ല എന്ന രീതിയിൽ ഒരു പ്രസ്താവന കൊടുത്തു. ആ പ്രസ്താവന നിസ്സാരമല്ലല്ലോ. കാരണം കെ മുരളീധരൻ പന്തളത്തെ വിശ്വാസ സംഗമം, അത് UDF സംഗമമാണ്. KPCC സംഗമം ഇന്നലെ കഴിഞ്ഞു. UDF സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. ആ മുരളീധരൻ അത് പ്രശ്നമായി. അപ്പോൾ എന്താണ് പറഞ്ഞത്? മുരളീധരനെ അനുനയിപ്പിച്ചു. ഒന്ന് നോക്കൂ, ശ്രീമതി സ്മൃതി KPCC മുൻ പ്രസിഡന്റാണ്, കേരളത്തിലെ സീനിയർ നേതാവാ, മുഖ്യമന്ത്രി ആകാൻ പോലും യോഗ്യതയുള്ള നേതാവാ. അദ്ദേഹത്തെ അനുനയിപ്പിച്ചു. അതാ എന്തൊരു, ഞാൻ പറഞ്ഞ മുരളീധരനെ പോലുള്ള നേതാവിനെ കുറിച്ച് ഈ നമ്മുടെ വാർത്താലേഖകർ കൊടുക്കുമ്പോഴെങ്കിലും അതൊന്ന് ആലോചിക്കണ്ടേ കുറച്ച് നേരം. ഇപ്പം AK എന്നെ അനുനയിപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഉമ്മൻചാണ്ടി അനുനയിപ്പിച്ചെന്ന് പറയാൻ പറ്റുമോ? അതെന്താണ് ശ്രീ ശ്രീകുമാർ, ഇപ്പോൾ മുരളീധരന്റെ പിണക്കവും മുരളീധരന്റെ പിണക്കം ഏതറ്റം വരെ പോയിട്ടുണ്ടെന്നൊക്കെ കേരളം കണ്ടിട്ടുള്ളതല്ലേ? പാർട്ടി വിട്ട് തന്നെ പോയതാണ്, DAC രൂപീകരിച്ച് പോയതാണ്. പിന്നെ തിരികെ വന്ന ശേഷം എത്ര കാലം അദ്ദേഹം നിശബ്ദനായിരുന്നു? ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി അദ്ദേഹം എത്ര കാലം നിശബ്ദനായിരുന്നു? വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് വിവാദങ്ങളോട് പ്രതികരിക്കാതെ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? അപ്പോൾ പിണക്കമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒന്ന് അനുനയിപ്പിച്ചു എന്നുള്ള വാർത്ത ഇത്രയും അസ്വാഭാവികതയോടെ അങ്ങ് അനുഭവിക്കുന്നത് എന്തിനാണ്? ആ കാലം മാറിപ്പോയി. അന്ന് ശക്തമായ ഗ്രൂപ്പുള്ള കാലമാണ്. ഉമ്മൻചാണ്ടി A ഗ്രൂപ്പും I ഗ്രൂപ്പും ശക്തമായി പോരടിക്കുന്ന കാലമാണ്. തെരുവുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങിയ കാലമാണ്. നിങ്ങൾ നോക്കൂ, ഈ കാലത്തെ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു KPCCയുടെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തെരുവിൽ പ്രകടനം കണ്ടോ? മറിച്ച് നിങ്ങൾ CPM കണ്ടില്ലേ? VS അച്യുതാനന്ദൻ സീറ്റ് നിഷേധിച്ചപ്പോഴൊക്കെ കണ്ടില്ലേ? പത്മകുമാർ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് പരസ്യമായി പ്രതികരിക്കുന്നത് കണ്ടില്ലേ? CPM KE ഇസ്മയിൽ CPI സമ്മേളനത്തിൽ മുൻനിരയിൽ പോയി ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് മറ്റേ നമ്മളുടെ വാർത്താലേഖകർക്ക് മുമ്പിൽ പരിഭവം പറഞ്ഞ കാര്യം നമ്മൾ മറന്നിട്ടില്ലല്ലോ. അവിടെയാണ് കോൺഗ്രസിൻ്റെ ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസ് ഇതൊക്കെയാണ് കോൺഗ്രസ്സിന് വരേണ്ടത്. പക്ഷേ എന്തുകൊണ്ട് വരുന്നില്ല? അവിടെയാണ് പ്രവർത്തകരുടെ ഇതുണ്ട്, ആഗ്രഹമുണ്ട്. ഭരണത്തിലേക്ക് ഇനി തിരിച്ചു വരിക എന്നുള്ളത്. അവിടെ മുരളീധരൻ ഇന്ന് ഗുരുവായൂരിൽ അദ്ദേഹം ഒന്ന് വിശ്രമിച്ചിട്ട് അദ്ദേഹം എന്താ തീരുമാനിച്ചതെന്ന് പോലും എടുത്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ വാർത്തകൾ വന്നപ്പോൾ അദ്ദേഹം തിരിച്ച് പന്തളത്തേക്ക് തന്നെ പോയി. ബാക്കിയുള്ളവരെല്ലാവരും പന്തളത്തേക്ക് പോവുകയായിരുന്നു. അദ്ദേഹത്തിന് അസുഖമാണെങ്കിൽ അത് പരസ്യമായി പറയുന്നതിലും തർക്കമില്ല. അദ്ദേഹം വരുന്നില്ല എന്നുള്ള വാർത്തയാണ്. ഒരു ക്യാപ്റ്റൻ വിട്ടു നിൽക്കുന്ന രൂപത്തിൽ വാർത്ത പോകുന്നു. പിന്നീട് നമ്മൾ തന്നെ നമ്മുടെ പ്രതിനിധി തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നുണ്ട്, അല്പം വൈകിട്ട് എത്തുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ വൈകി എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് നേരത്തെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പോകാൻ തീരുമാനിക്കുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ പോട്ടെ, അങ്ങനെയല്ല എന്ന് കരുതുകയാണെങ്കിൽ, അപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയാണെങ്കിൽ പിന്നെ എന്തിനാണെന്ന് പ്രതിപക്ഷം ഇത്രയും രോഷം കൊണ്ടത്? ആ ചോദ്യം ചോദിക്കുമ്പോഴേക്കും എന്തിനാണ് അദ്ദേഹം ഇനി ഒരൊറ്റ ഉത്തരവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞ് നടന്നു കളഞ്ഞത്? അത്രയ്ക്ക് രോഷം കൊള്ളാൻ എന്തുണ്ടായി? എന്തുകൊണ്ടാണ് രോഷം കൊണ്ടത്? നമ്മളൊരു വാർത്ത, ഇല്ലാത്തൊരു വാർത്തയെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു UDF ഒരു കോൺഗ്രസിനെയും നയിക്കുന്ന ഏറ്റവും പ്രമുഖനായ നേതാവിന് അരിശം വരും. എന്താ സംശയ കാര്യത്തിൽ? മുഖ്യമന്ത്രി എന്തായാലും പത്തലകരെ കാണാതെ പോകുന്നതുകൊണ്ടാണല്ലോ ഇത് സംഭവിക്കാത്തത്. ഇപ്പോൾ VD സതീശനോട് ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ്. പുനഃസംഘടനയിലെ തൃപ്തിയും അതൃപ്തിയും നേതാക്കളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് BJPയിലും CPM ഉണ്ട്. ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ചോദ്യം ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണോ? ആ ചോദ്യത്തിൽ തെറ്റുണ്ടെങ്കിൽ ഉത്തരത്തിലൂടെ ആ തെറ്റ് അങ്ങ് പരിഹരിക്കാമല്ലോ. ആയിരുന്നു അല്ലല്ല ആ ചോദ്യം അതാണ് പറഞ്ഞത്. നോക്കൂ ശ്രീമതി സ്മൃതി, നമ്മളുടെ കാര്യം നോക്കേണ്ടത്, ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഒരു കാര്യം പറഞ്ഞു, നമ്മളുടെ അബിൻ വർക്കി ഒരു കാര്യം പറഞ്ഞു. ചോദ്യം ചോദിക്കാം, അതിനോടാണ് ഇങ്ങനെ ക്ഷുഭിതനായി പ്രതികരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഒരു കാര്യം ആലോചിക്കുകയാണ്. നമ്മുടെ മനസ്സിലുള്ള കാര്യം ചോദിക്കുന്ന ആരോടാ ചോദിക്കുന്നത്? കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ നേതാവിനോട്. അതായത് പ്രശ്നം ഇല്ലാതിരിക്കുമ്പോൾ, പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിച്ചോ. കാരണം വെച്ചാൽ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചോ, അദ്ദേഹം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതെന്തോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് എന്നൊരു തോന്നൽ ഏത് നേതാവിനും ഉണ്ടാകും. അത് സതീശനിൽ മാത്രം കാണുന്നല്ല, എല്ലാവരിലും കാണും. അതിന്റെ ചുവട് പിടിച്ച ചാണ്ടി ഉമ്മൻ പ്രതികരിക്കുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് ഈ ജംബോ പട്ടിക വരുന്നത്. അതിനുശേഷം കെ മുരളീധരൻ ഇന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. അപ്പോൾ ഇതിലൊന്നും ചോദ്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ളവരെ പരിഹസിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ പിണറായി വിജയനെ പ്രത്യേകിച്ച്.
ചോദ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യാസമെന്നുള്ള ചോദ്യം തിരിച്ച് പ്രതിപക്ഷ നേതാവിനും കേൾക്കേണ്ടി വരും. ഞാൻ ശ്രീ ലാൽകുമാറിലേക്ക് പോകുന്നു. ലാൽകുമാർ, ഇതിൽ ശ്രീകുമാർ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 വർഷം അധികാരത്തിൽ ഇല്ലാതിരിക്കുന്ന ഒരു പാർട്ടി, ഒരു മുന്നണി, ആ മുന്നണി സ്വയം കുഴി തോണ്ടുന്ന ഒരു നടപടിയിലേക്ക് പോകുമോ? അത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഏത് നേതാക്കളായാലും ഞങ്ങൾ മുന്നോട്ട് വെച്ച പേരുകൾ പരിഗണിക്കുന്നില്ല എന്ന സ്വകാര്യമായി പരിഭവം പറയാം. അതിലപ്പുറം പരസ്യ പ്രതികരണത്തിലേക്ക് അല്ലെങ്കിൽ പരസ്യമായ പ്രതിഷേധത്തിലേക്ക്, ഒരു തെരുവിലെ പ്രതിഷേധത്തിലേക്ക് ഒന്നും പോകാനുള്ള ധൈര്യം നിലവിൽ ഇപ്പോഴത്തെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അവർക്കില്ല എന്നുള്ളതല്ലേ സത്യം? ശക്തിയുണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊന്നും വലിയ പ്രസക്തിയില്ല. കാര്യം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. നോക്കൂ, നമ്മൾ സാങ്കല്പികമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ കാണുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് 16 ഗ്രൂപ്പാണെന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് അവർക്ക് അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അവർ വളരെ ക്രമത്തോടു കൂടി ചിട്ടയായി പെരുമാറുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് നല്ലതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇന്നത്തെ റിപ്പോർട്ടറുടെ വാർത്ത ഞാൻ കേൾക്കുമായിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് എക്കോ കേൾക്കുന്നു, ഒന്ന് ശരിയാക്കാൻ പറയൂ. ഞാനങ്ങ് പറഞ്ഞോളാം, പക്ഷേ എക്കോ കേൾക്കുന്നു. ശരിയാക്കും. ഇതിനകത്ത് ശശി തരൂരിന്റെ നേതൃത്വത്തിൽ MK രാഘവൻ വഴി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഒന്ന്, ശശി തരൂർ കുറച്ച് നാൾ മുമ്പ് കേരളത്തിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം. നമ്മൾ തമ്മിൽ തന്നെ ആ ചർച്ചയിൽ പലതും ഇരുന്നിട്ടുണ്ട്. ശശി തരൂർ അദ്ദേഹത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത് നമുക്ക് വ്യക്തമാണ്. മുരളീധരൻ ഓരോ ദിവസവും ഓരോന്ന്, അദ്ദേഹത്തിന് എവിടെയാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല. 2, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും കൂടെ ചേർന്ന് KC വേണുഗോപാലിന്റെ അടുക്കിലേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്രൂപ്പായി മാറി VD സതീശനെ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഒരു വാദം. VD സതീശൻ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതെന്നും പഴയ I ഗ്രൂപ്പിൽ നിന്ന് വിശാല ഐയിൽ നിന്ന് മാറി രമേശ് ചെന്നിത്തലയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. രമേശ് ചെന്നിത്തല ഒരു ഗ്രൂപ്പ്. ഇതൊക്കെ ഉള്ളതല്ലേ? ഇത് ഇല്ലാത്തതാണോ? ഇത് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്ന ചോദ്യത്തിന് കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് അബിൻ വർക്കിയെ ചൂണ്ടിക്കാണിക്കുന്നു. അവസാനം അബിൻ വർക്കി അതിനകത്ത് വരാതിരിക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവർ ഒന്നിച്ച് ഒരേ സ്വരത്തോടു കൂടി പെരുമാറുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനൊരു അന്തരീക്ഷം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെയൊക്കെയല്ലേ ലാൽകുമാർ? നമ്മൾ കാണുന്നതാണ്. കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെയൊക്കെയല്ലേ? അല്ല, സ്മൃതി, ഇവിടുത്തെ പ്രശ്നം പറഞ്ഞുതരാം. കോൺഗ്രസ് എല്ലാ കാലത്തും അതാണ് എന്ന് പറഞ്ഞാൽ ഓക്കെയാ. അപ്പം പിന്നെ ഞങ്ങൾക്ക് വളരെ ഒന്നായിട്ട് ചിട്ടയോടുകൂടി എല്ലാം ഒന്നിച്ചാന്ന് പറയരുത്. രണ്ടും കൂടെ പറ്റത്തില്ല. സ്മൃതി പറഞ്ഞ വാദം ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ തയ്യാറാണ്. കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെയല്ലേ? അത് നമ്മൾ ഇത്ര പറഞ്ഞുള്ളൂ. കോൺഗ്രസിനകത്ത് 50,000 അഭിപ്രായം, 50,000 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കിടക്കുന്നുണ്ട്. അത് ജനാധിപത്യം ഉള്ളതാണെന്നുള്ളൊരു വാദവും കൂടെ അവർ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മിച്ചം. ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവർ തോന്നിയപടി ഓരോരുത്തർ ഓരോ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതിനെ പിന്നെ ചിട്ടയായിട്ട് ഒന്നായിട്ട് ഈ പറയുന്ന സംസ്ഥാനത്തെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരണം, അധികാരത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ നടക്കത്തില്ല. ആ രണ്ട് വാദം കൂടെ ഒരിക്കലും ഒരുമിച്ച് പോകാൻ പറ്റില്ല. ഞാനത് പറയാം. സുധാകരനെ ഈ പറയുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ വളരെ കൃത്യമായി പറയാം. കേരളത്തിലെ KPC മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ പ്രതിപക്ഷ KPCC പ്രസിഡന്റിനെ മാറ്റി സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ ഒരു വാദം നമ്മൾ കേട്ടതാണ്. നമ്മൾ തന്നെ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട് ഇല്ലേ? അവസാനം സുധാകരനെ ഇറക്കി വിടുന്ന, ഈ കളിയാക്കി അധിക്ഷേപിച്ച് ഇറക്കി വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ വന്നു. അദ്ദേഹം ഇറങ്ങി പോകത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് തർക്കങ്ങൾ ഡൽഹി ചർച്ച ചെയ്യുന്നു. ഇതൊക്കെ ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ശ്രീമാരേട്ടൻ പറയുന്ന വാദം അവിടെ തന്നെ പോയി കഴിഞ്ഞിരിക്കും. ഇവിടുത്തെ സംഭവിച്ചിരിക്കുന്നു, VD സതീശനോട് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹത്തിന് അതിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാം. അത് തെറ്റൊന്നുമില്ല. എനിക്ക് ഈ ചോദ്യത്തോട് എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. പക്ഷേ അദ്ദേഹം മാന്യമായി മറുപടി പറയേണ്ട ഒരു വിഷയമാണ്. കാരണം എന്താ? ഉമ്മൻചാണ്ടിയുടെ മകൻ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന് പറഞ്ഞാൽ പഴയ A ഗ്രൂപ്പിന്റെ എല്ലാമായിരുന്ന ആളാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ മകനെ ഒതുക്കി KPCCയുടെ ഒരു ലിസ്റ്റ് വന്നപ്പോൾ അതിൽ ഒതുക്കപ്പെട്ടു. അതിൽ അദ്ദേഹം പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അല്ലേ? അബിൻ വർക്കിക്ക് സ്ഥാനം കിട്ടാതെ വരുന്നു. KC വേണുഗോപാലിന്റെ താല്പര്യത്തിനുണ്ടാകുന്നു. അതിൽ VD സതീശന് പോലും ഔട്ട്റീച്ചിന്റെ അധ്യക്ഷ സ്ഥാനം മാറ്റിയത്, അതായത് ഇപ്പോൾ നടന്നതല്ല. ഒരു വർഷം മുമ്പത്തെ കാര്യം അദ്ദേഹം അബിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം രോഷാകുലനായി പ്രതികരിച്ചാണ്. ആ പ്രതികരണത്തിന് പിന്നാലെ അദ്ദേഹം ഈ ജനറൽ സെക്രട്ടറി പട്ടികയിൽ ഉണ്ടായിരുന്നെന്നും അതിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു എന്നുള്ള വാർത്ത വരികയാണ് ചെയ്തത്. അതെ, എനിക്ക് സംശയമില്ല കാര്യത്തിൽ. നോക്കൂ, ഞാൻ പറഞ്ഞതിനകത്ത് സീക്വൻഷ്യൽ പ്രശ്നം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എൻ്റെ പ്രശ്നം അതൊന്നുമല്ല. ചാണ്ടി ഉമ്മൻ പരസ്യമായ ഒരു കാര്യം പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയോ? അത് ആ കാര്യത്തിൽ വ്യത്യാസമില്ലല്ലോ, സീക്വൻസിലല്ലേ വ്യത്യാസമുള്ളൂ. ചാണ്ടി ഉമ്മൻ വ്യക്തമായ ഒരു കാര്യം പറയുന്നു. അത് കഴിഞ്ഞ് സ്മൃതി പറഞ്ഞ പോലെ അദ്ദേഹം അതിനകത്ത് ലിസ്റ്റിൽ നിന്ന് പോയെന്നിരിക്കട്ടെ, സ്മൃതിയുടെ വാദം എടുക്കുക.
അപ്പോൾ ഒരാൾ പരസ്യമായ വാദം പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞാൽ ആ ലിസ്റ്റിൽ നിന്ന് പോകും, ഇല്ലേ? അപ്പൊ പിന്നെന്തോ ജനാധിപത്യം? അതാ പറഞ്ഞ കേരളത്തിന്റെ എല്ലാമായിരുന്ന, കോൺഗ്രസിന്റെ എല്ലാമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകന്റെ ഗതി ഇതാണ്. അപ്പൊ കേരളത്തിൽ നടക്കുന്നത്, കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, സുധാകരൻ കാര്യം പോട്ടെ, സുധാകരൻ പണ്ടേ പിക്ചറിലില്ല, കെ സി വേണുഗോപാൽ പിടിമുറുക്കിയിരിക്കുന്നു. കെ സി വേണുഗോപാൽ പറയുന്നതേ കാര്യം നടക്കത്തുള്ളൂ. അതിന്റെ പ്രതിഷേധമാണ് സത്യത്തിൽ വി ഡി സതീശൻ എന്ന് കാണിച്ചത്. അദ്ദേഹത്തിന്റെ ആങ്കർ, അൺബ്രിഡിൽഡ് ആങ്കർ പുറത്തു വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് മാന്യമായി പ്രതികരിക്കാമായിരുന്നു വെച്ചാൽ അദ്ദേഹത്തിന് പ്രതികരിക്കാമായിരുന്നു. പക്ഷെ കുഴപ്പം, അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ ഈ ലിസ്റ്റിലൊന്നും അദ്ദേഹത്തിന് ഒരു റോളില്ല. ആ റോൾ ഇല്ലാത്തതിന്റെ പ്രതിഷേധം, അദ്ദേഹം പലപ്പോഴും ആങ്കറിലാണ് പെരുമാറുന്നത്. അതാ സംഭവിക്കുന്നേ. ഈ ഒരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും അങ്ങനെ പോകേണ്ട കാര്യം. ഒരിക്കൽ പോലും ഞാൻ വി ഡി സതീശനെ ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ, സംഘടനാപരമായിട്ടൊരു ടഫായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ, ഞാനിത് നേരത്തെയും റേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, വി ഡി സതീശൻ അപ്പോൾ ഒഴിഞ്ഞു മാറും. എന്നിട്ട് വി ഡി സതീശൻ പറയും അത് KPCC പ്രസിഡന്റോട് ചോദിക്കാൻ പറയും. കാര്യം ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹം പലപ്പോഴും ശ്രമിക്കാറില്ല, ചെയ്യാറുമില്ല. അദ്ദേഹം അത് ബേർഡൻ കറക്റ്റ് ആ ഓണസ് വേറൊരാളേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അത് ഒരു പൊതുപ്രവർത്തകനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. നോക്കൂ, നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നു, എല്ലാ ചോദ്യത്തിനും ചിലപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞോളുന്നില്ല. പക്ഷെ മറുപടി ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, ഒരു ചോദ്യത്തിനെങ്കിലും പറയുന്നുണ്ട്. പക്ഷെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം ഒരു ബാക്ക് ഫുട്ട് നിൽക്കുന്ന ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഞാൻ എന്റെ ഇത്രയും നാളത്തെ നിരീക്ഷണത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹം സംഘടനാപരമായി വരിക, രാഹുൽ മാങ്കൂട്ടത്തിൽ വരിക, ഓരോ ചോദ്യങ്ങളും രാഹുൽ മാങ്കൂട്ടം സഭയെ വരുമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് അദ്ദേഹം പ്രതികരിക്കാതിരിക്കുക. ഈ പ്രതികരിക്കാതെ അദ്ദേഹത്തിന്റെ സ്ലേറ്റ് ക്ലീൻ ആക്കിക്കൊണ്ട് വേറൊരാളിലേക്ക് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യുക, ഇത് പക്ഷേ അദ്ദേഹത്തിന് പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു കാര്യങ്ങൾ. അതുകൊണ്ടാണ് ആ ആങ്കറാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ വളരെ വിശാലമായി പലർക്കും പല താല്പര്യമുണ്ട്. ഐ ഗ്രൂപ്പിന്റെ പഴയ കരുണാകരന്റെ മോന് കൃത്യമായി പ്രതിഷേധം ഉള്ളതുകൊണ്ട് തന്നെയാണ് സ്മൃതി ഇത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തത്. കാരണം അതോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, കരുണാകരന്റെ മോന് അല്ലെങ്കിൽ കെ മുരളീധരന് ഈ സ്മൃതി പറഞ്ഞ വാദത്തിന് നേരെ റദ്ദ് ചെയ്തുകൊണ്ടല്ലേ ശ്രീമാരേട്ടൻ പറഞ്ഞത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, സ്മൃതി പറഞ്ഞ വാദം തെറ്റായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അത് റെക്ടിഫൈ ചെയ്യാൻ എത്ര നേരം വേണമായിരുന്നു? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മാധ്യമപ്രവർത്തകരെ കണ്ട് ഒരുപാട് പ്രാവശ്യം വാർത്താ സമ്മേളനം നടത്തുന്ന ഒരാളാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ ഈ പറയുന്ന സ്പഷ്ടമായും വ്യക്തമായിട്ടും ഒരക്ഷരം പോലും ഈ വിഷയത്തിൽ ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞ് ഞാൻ കേട്ടില്ല. വരും എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഇത് തെറ്റാണ്, ഞാൻ ഇന്ന ഗുരുവായൂർ വന്നതാണ്, അല്ല ഞാൻ ഇതിന് UDFന്റെ യോഗത്തിൽ പങ്കെടുക്കും, നിങ്ങൾ മാധ്യമങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് പോലെ അല്ല മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുന്ന പോലത്തെ ഒരു സ്റ്റോറി ഇതിനകത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞോ? ഇല്ല. അപ്പൊ മാധ്യമങ്ങൾ കുറച്ചു ദിവസങ്ങളായി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ഏറിൽ നിൽക്കണം എന്ന് കെ മുരളീധരന് കൃത്യമായ താല്പര്യം ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ കാര്യം, വേറൊന്നുമില്ല. ഞാൻ നിർത്തി. ശരി, ശ്രീ നിസാം സെയ്ദ്, കെ മുരളീധരന് അതൃപ്തിയില്ല എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാമോ? അദ്ദേഹം ഒരു പേര് മാത്രമേ മുന്നോട്ട് വെച്ചുള്ളൂ, ആ പേര് പരിഗണിച്ചില്ല എന്നുള്ളത് ഒരു അതൃപ്തിക്ക് കാരണമാണ് എന്നുള്ള കാര്യം അറിയുന്നു. അതുകൂടാതെ തൃശ്ശൂരിൽ തന്റെ തോൽവിക്ക് കാരണക്കാരായ ആളുകളെ തന്നെ വീണ്ടും സംഘടനയിൽ പ്രധാന ഭാരവാഹിത്വം നൽകുന്നു എന്നുള്ളതും അദ്ദേഹത്തിന് വിഷമമാണെന്ന് അറിയുന്നു. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം അതിലുള്ള അതൃപ്തി കൃത്യമായി അറിയിച്ചു എന്നുള്ളതാണ് വാർത്ത. അങ്ങ് അത് നിഷേധിക്കുന്നുണ്ടോ? ഇനി അടുത്ത കാര്യം, ഈ 100 സീറ്റ് എന്നുള്ളത് ഉറപ്പാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പുനഃസംഘടനയ്ക്ക് ശേഷം KC കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നു എന്നത് പുറത്തേക്ക് വന്നതിന് ശേഷം ആ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടോ? സ്മൃതി, കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പുനഃസംഘടന നടക്കുന്നു. ആ പുനഃസംഘടനയിൽ സ്വാഭാവികമായും അസ്വസ്ഥരായ കുറേയേറെ ആളുകളുണ്ടാകും. വളരെ ദീർഘമായ ഒരു ചർച്ചകളിലൂടെ നടന്ന ഒരു പ്രതീതിയായിരുന്നു, ഒരു പുനഃസംഘടനയായിരുന്നു, ഒരു പ്രോസസ്സായിരുന്നു നടന്നുപോയത്. സ്വാഭാവികമായും കുറേ ആളുകളെങ്കിലും അതിൽ അസംതൃപ്തി ഉണ്ടാകും. എല്ലാവരെയും പൂർണ്ണമായും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പുനഃസംഘടന സാധ്യമല്ല. കുറേ ആളുകൾക്ക് സംതൃപ്തി ഉണ്ടാകും, എല്ലാവരുടെയും പൂർണ്ണമായും സംതൃപ്തി ഉണ്ടാവില്ല. ശ്രീ കെ മുരളീധരന് ചിലപ്പോൾ അസംതൃപ്തി ഉണ്ടായേക്കാം, ഉണ്ടാവില്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് പ്രകടിപ്പിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു ദിവസം കാത്തു നിന്നാൽ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം ആ വാർത്തകൾ ഇടുക എന്നുള്ളത് ഒരു മാധ്യമധർമ്മമായിരുന്നു. കെ കരുണാകരൻ്റെ കാലം മുതൽ കെ മുരളീധരനും മലയാള മാസം 1-ാം തീയതി അവർ രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിനായി പോകുന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പരിപാടി ഉപേക്ഷിച്ച്
വിശ്വാസ സംഗമം ഉപേക്ഷിച്ച് കെ മുരളീധരൻ ഗുരുവായൂരേക്ക് പോയി എന്നൊരു വാർത്തയ്ക്ക് ഒരു ദിവസത്തെ ആയുസ് പോലും ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ വാർത്ത കൊടുക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ല, ഗുരുവായൂരിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു വാർത്ത. ഗുരുവായൂരിലേക്ക് പോയതിലല്ല പ്രശ്നം. അതെല്ലാം വാർത്തയല്ലേ? വൈകുന്നേരം അദ്ദേഹം തിരിച്ചു പന്തളത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആ വാർത്ത നഷ്ടപ്പെട്ടില്ലേ? വാർത്ത ഇല്ലാതായില്ലേ? ആ വാർത്തയ്ക്ക് പ്രസക്തി ഇല്ലാതായില്ലേ? ഒരു ദിവസം കാത്തിരുന്നെങ്കിൽ സത്യാവസ്ഥ തിരിച്ചറിയാമായിരുന്ന ഒരു വാർത്തയായിരുന്നു അത്. ആ വാർത്ത സൃഷ്ടിക്കുകയും ആ വാർത്ത ശൂന്യതയിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നുള്ളതുകൊണ്ടാണ് വി.ഡി. സതീശൻ അതിനോട് പ്രതികരിക്കാഞ്ഞത്. അതുപോലെ തന്നെ ഈ വാർത്ത ഇന്ന് വൈകുന്നേരം മറ്റൊരു വാർത്ത കേട്ടു. നേതാക്കൾ വിളിച്ചിരുന്നു എന്നുള്ളതും താനിത പുറപ്പെടുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് പ്രതികരണത്തിൽ. ഉണ്ട്, സ്വാഭാവികമായും നേതാക്കൾ വിളിച്ചിരുന്നു, അദ്ദേഹം എത്താൻ താമസിക്കും, വാർത്ത ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും, പ്രതികരിക്കും, അദ്ദേഹം പുറപ്പെടുന്നു. പക്ഷേ ഇതിനെയൊക്കെ അദ്ദേഹം പരസ്യമായി റിബൽ ചെയ്യാൻ പോകുന്നു, അദ്ദേഹം ഒരു കാലത്ത് അദ്ദേഹം ഇത് ബോയ്ക്കോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ അസ്ഥാനത്തും അത് വളരെ ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടതുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ലാൽകുമാറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് കൃത്യമായ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മവിശ്വാസക്കുറവ് CPM-ന് വളരെ പ്രകടമാണ്. അപ്പോൾ CPM എന്താണ് ചെയ്യുന്നത്? നോക്കൂ, കോൺഗ്രസിനുള്ളിൽ UDF-നുള്ളിൽ വലിയ ആന്തരിക പ്രശ്നങ്ങളാണ്. നിങ്ങൾ കോൺഗ്രസിനെ ഭരണമേൽപ്പിച്ചാൽ കോൺഗ്രസിൽ വലിയ തർക്കങ്ങളുണ്ടാകും, കോൺഗ്രസിൽ തമ്മിൽ തല്ലുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരം വീണ്ടും തുടരണം എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ, എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കാനായി CPM വളരെ ബോധപൂർവമായി ശ്രമിക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളും ആ ബോധപൂർവമായ ശ്രമങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നുണ്ട്. അത്തരം ഒരു ടാക്ടിക്സിൻ്റെ ഭാഗമാണ് ഇന്ന്. ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് ഞാൻ അത്ഭുതപ്പെട്ടു. ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പ് കേരളത്തിലെ കോൺഗ്രസിനെ പതിറ്റാണ്ടുകളായി വീക്ഷിക്കുന്ന ഒരാളെന്നുള്ളതിൽ എനിക്ക് വളരെ ഉറപ്പിച്ച് പറയാൻ പറ്റും, കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണിതെന്ന്. മുൻപ് AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും K കരുണാകരൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോൾ അത് പ്രകടമായും രണ്ട് പാർട്ടികളായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ പുലർത്തിയിരുന്ന ടോപ്പ് ടു ബോട്ടം ഒരു സ്ട്രക്ചറുള്ള, ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു തീരുമാനമെടുത്താൽ അത് ഏറ്റവും താഴെ തട്ടിൽ നടപ്പിലാക്കാൻ, ബൂത്ത് തലത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന അണികളുള്ള ഒരു രണ്ട് സംവിധാനങ്ങളായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസിൽ നിലവിലില്ല. കേരളത്തിലെ കോൺഗ്രസിലെ താല്പര്യങ്ങളെക്കുറിച്ച്, പലരുടെയും അവസരങ്ങളെക്കുറിച്ചൊക്കെ വാർത്തകൾ വന്നാലും ആ വാർത്തകൾക്കൊന്നും അണികളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയില്ല. ശരി, പക്ഷേ ഈ നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ അബിൻ വർക്കി ഒരു പ്രസ്താവന നടത്തി. അബിൻ വർക്കിയുടെ പ്രസ്താവന 99% കോൺഗ്രസിന് അനുകൂലമായിരുന്നു. ആ 99% ഒരു വാക്ക് പാർട്ടിയെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു വാചകം അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതാവും വാർത്തയാവുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അതിനുള്ള ഒരു ബുദ്ധി കാണിച്ചില്ല. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിലാണെങ്കിലും ചാണ്ടി ഉമ്മനും കേരളത്തിലെ കോൺഗ്രസിനെ നിസ്സഹായരാക്കുന്ന ഒരു പ്രസ്താവന നടത്തുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ കാര്യങ്ങൾ പറയാം എന്ന് പറയുന്ന ഒരു വാചകം, ബാക്കി എല്ലാം അദ്ദേഹം കൃത്യമാണ് പറഞ്ഞത്. അല്ല, ഈ പ്രതികരണം മാത്രമല്ലല്ലോ, വൈകാരികമായ പ്രതികരണം മാത്രമല്ലല്ലോ, അദ്ദേഹം പാർട്ടിയിലെ വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എക്സിറ്റ് ആയിരിക്കുന്നു. അങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ സ്മൃതി പറയുമ്പോൾ മാത്രമാണ് ഞാൻ കേട്ടത്. അതെന്താണ് അങ്ങ് അറിയാത്തത്? അതിനോട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. അത് പല ഗ്രൂപ്പുകളിൽ നിന്ന് അദ്ദേഹം എക്സിറ്റ് ആയി. അതിനുശേഷം ആ ചോദ്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഫോൺ പ്രശ്നമാണ്, ഏതൊക്കെ ഗ്രൂപ്പാണ് വിട്ടതെന്ന് ഓർക്കുന്നില്ല എന്ന്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? ഇതൊക്കെ ഈ ദിവസം ഉണ്ടായതാണെന്നേ, ഇന്നലെ ഉണ്ടായതാണ്. ഒരു ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹം പുറത്തല്ല. ഈ കോൺഗ്രസിലെ ഔദ്യോഗികമായ ഒരു ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹം പുറത്തു പോയതായിരിക്കും. കോൺഗ്രസ് സപ്പോർട്ട് ഗ്രൂപ്പിൽ 1-2 ഗ്രൂപ്പുകൾ അദ്ദേഹം ഞാനും ഉണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം എല്ലാ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ നിന്നും പുറത്തു പോയി എന്ന് പറയുന്നതിലൊന്നും യാഥാർത്ഥ്യമുണ്ട് എന്നൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പാർട്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് എക്സിറ്റ് ആയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി, ധാരാളം ഗ്രൂപ്പ് അല്ലേ, ഇത്രയും ഗ്രൂപ്പ് വേണോ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയാണ്. എന്താ അതിന്റെ അർത്ഥം? അത് പാർട്ടി ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ നിന്നാണ് എന്ന് ആരെങ്കിലും പറഞ്ഞ ഔദ്യോഗികമായി സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളെ കുറിച്ചൊരു ചോദ്യം ഉണ്ടാവില്ലല്ലോ ശ്രീ നിസാം സെയ്ദ്. എന്താ ഈ പറയുന്നത്? പാർട്ടിയിലെ വിവിധ ഗ്രൂപ്പുകൾ തന്നെയല്ലേ അത്? ഇതൊക്കെ എങ്ങനെയാണ്
ഇതൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ഇതൊക്കെ ആത്മവിശ്വാസം പകരുമോ എന്നുള്ള സ്മൃതിയുടെ ചോദ്യത്തിനുള്ള മറുപടി അടുത്ത് നടക്കാൻ അത് കോൺഗ്രസ്സുകാർ സ്വയം ചോദിക്കേണ്ടതാണ്. കോൺഗ്രസിനെ വിലയിരുത്തുന്നതല്ല. തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ വർഷത്തെ ഔട്ട്റീച്ച് അധ്യക്ഷ സ്ഥാനം പോയതിനെ കുറിച്ച് വാചാലനായി സംസാരിക്കുക, അബിൻ വർക്കിയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ആത്യന്തികമായി തിരഞ്ഞെടുപ്പാണ് വരുന്നത് എന്നുള്ളതുകൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തല മിണ്ടാതെ പോയത്. രമേശ് ചെന്നിത്തല ഔചിത്യം കാണിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞാൽ അബദ്ധമാണ്, ഇപ്പോൾ മിണ്ടിക്കൂടാ എന്നുള്ള ഉത്തരവാദിത്വം രമേശ് ചെന്നിത്തല അവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ സ്മൃതി പറഞ്ഞതിനോട് പൂർണ്ണമായും അംഗീകരിക്കുന്നു. അവർ കുറച്ചുകൂടി ഔചിത്യം കാണിക്കേണ്ടതായിരുന്നു. അവരും പ്രതികരിക്കുമ്പോൾ തന്നെ എല്ലാ വാക്കുകളും തങ്ങൾ പ്രതികരിക്കുന്നതിലെ ഏറ്റവും നെഗറ്റീവുമായി ഏതെങ്കിലും ഒരു അംശമുള്ള വാക്ക് മാത്രമേ വാർത്തയാവുകയുള്ളൂ എന്ന ബോധ്യത്തോടു കൂടി വേണം സംസാരിക്കാൻ. കഴിയുന്നത്ര പ്രതികരണം ഒഴിവാക്കി. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളിലേക്ക് വന്നാൽ പറഞ്ഞോളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളോ കോൺഗ്രസിനെ വിലയിരുത്തലോ അല്ല. ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്നത് പിണറായി വിജയൻ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടത്തുന്ന ഭരണത്തോട് കേരളത്തിലെ ജനങ്ങൾക്കുള്ള വികാരമാണ്. ആ അടിസ്ഥാനത്തിൽ ഇതൊരു തെരഞ്ഞെടുപ്പല്ല, ഇതൊരു റഫറൻഡമാണ്. ആ റഫറൻഡത്തിൻ്റെ ഫലം എന്താണെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്ന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ഏറെക്കുറെ നല്ല ബോധ്യമുണ്ട്. എനിക്കറിയാൻ കഴിഞ്ഞത് ഉടനടി പുറത്തു വരാൻ പോകുന്ന ദേശീയ മാധ്യമത്തിൻ്റെ സർവേയിലും UDF വലിയ വിജയമാണ് പ്രവചിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊന്നും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഒരു കാലത്തും ഗ്രൂപ്പ് വഴക്കുകൾ തെരഞ്ഞെടുപ്പുകളെ ബാധിച്ചില്ല. കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ വിജയം അടുത്ത കാലത്തുണ്ടായത് 2001 2001 തെരഞ്ഞെടുപ്പിന് കേളികൊട്ട് ഉയരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിച്ചത് എന്താണ് എന്ന് സ്മൃതിക്ക് ഓർമ്മയുണ്ടാകും ഞാൻ കരുതുന്നു. കരുണാകരൻ തുറന്ന യുദ്ധപ്രഖ്യാപനം നടത്തി. അവസാനം പ്രഖ്യാപിച്ച 3 സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടി വന്നു. കേരളത്തിൽ കോൺഗ്രസിൽ വലിയ തമ്മിൽ തല്ലാണെന്നുള്ള പ്രതീതി തുടർന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 99 സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചു. CPMൻ്റെ കാര്യത്തിൽ അത് ശരിയാണ്. 2006 തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ CPMൽ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ കലാപമുണ്ടായി. അച്യുതാനന്ദനെ സ്ഥാനാർത്ഥി സ്ഥാനത്ത് മാറ്റി നിർത്താനുള്ള നീക്കങ്ങളുണ്ടായി. അച്യുതാനന്ദൻ അനുകൂലമായി പ്രകടനങ്ങൾ നടന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ CPMൽ നടക്കുന്നത് കാണാതെ പോകുന്നത് വളരെ മോശമായി പോയി. CPMൽ നടക്കുന്നത് കാണാതെ പോകുകയല്ല, CPMൽ നടക്കുന്നതിനെ കുറിച്ചൊക്കെ പ്രതികരിക്കുന്നതിലാണോ കോൺഗ്രസിന് ശ്രദ്ധ എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ പ്രപഞ്ചം നമുക്കൊപ്പം നിൽക്കുമെന്ന് പൗലോ കൊയ്ലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ വെറുതെ നിൽക്കുകയാണോ കോൺഗ്രസ് എന്ന ചോദ്യമാണുള്ളത്. ഞാൻ ഈ ശ്രീ എ സജീവൻ ഇപ്പോൾ കഴിഞ്ഞ തവണത്തിൽ നിന്നും ഒരുപാട് മാറ്റം, ആളുകളുടെ എണ്ണം കൂട്ടി എന്നുള്ളതാണല്ലോ. വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം 5-ൽ നിന്ന് 13 ആക്കി ഉയർത്തുന്നു. ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 28-ൽ നിന്നും 58 ആക്കുന്നു. വനിതകളുടെ പ്രാതിനിധ്യം 8 ആകുന്നു. ഈ രൂപത്തിൽ അത് വിപുലപ്പെടുത്താനാണ് ശ്രമിച്ചത്, എല്ലാവരും ഉൾക്കൊള്ളാനാണ് ശ്രമിച്ചത് എന്നുള്ള ഒരു വാദം മറുവശത്ത് വരുന്നുണ്ട്. അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? ഇപ്പോഴും അപസ്വരങ്ങൾ ഉയരുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു രീതിയിലുള്ളതല്ലേ? എല്ലാ കാലത്തുമുണ്ട് ഈ അവസരങ്ങൾ വന്നങ്ങ് പോകും എന്നതാണോ? ഇത് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കുന്ന രൂപത്തിൽ വലുതാകുമെന്നുള്ളതാണോ അങ്ങയുടെ ഒരു തോന്നൽ? VM സുധീരൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അതിനു മുമ്പേ അദ്ദേഹം പറഞ്ഞിരുന്നത് ജംബോ കമ്മിറ്റി വേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ തർക്കങ്ങൾ, 2 ഗ്രൂപ്പുകളുടെയും തർക്കങ്ങളൊക്കെ കൂടി വന്നിട്ട് അവസാനം കുറേ അത് ഏതാണ്ട് ഒരു ജംബോയിലേക്ക് എത്തി. പക്ഷേ അതിനൊരു കണക്കുണ്ടായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ കർക്കശമായി പറഞ്ഞു, എനിക്ക് വളരെ കുറഞ്ഞ ഭാരവാഹികളുള്ള കമ്മിറ്റി മതി, ജംബോ കമ്മിറ്റികൾ വേണ്ട, അതുകൊണ്ടൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും കുറേ പേരുടെ എണ്ണം കൂടി. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എണ്ണം അതിഭീകരമായിട്ട് കൂടുകയാണ്. ഇത്രയും ജനറൽ സെക്രട്ടറിമാർ, 58 ജനറൽ സെക്രട്ടറിമാർക്ക് എന്തൊക്കെ പ്രവൃത്തിയാണ് ചെയ്യാൻ പറ്റുക? പ്രസിഡന്റിന് ഒരു ചുമതല ജനറൽ സെക്രട്ടറി ഏൽപ്പിക്കണമെങ്കിൽ അത് ഏത് ജനറൽ സെക്രട്ടറി ഏൽപ്പിക്കും? ഒരു ജില്ലയ്ക്ക് ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ള എനിക്ക് നോക്കിയാൽ പോലും 14 പേര് മതി. ഒരു ജില്ലയ്ക്ക് 2 ആണെങ്കിൽ പോലും 28 പേരായിരിക്കും. ഇതിൻ്റെ എണ്ണം, ഇപ്പോഴത്തെ എണ്ണം എത്രയാണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാരവാഹികളുടെ എണ്ണം കൂട്ടുക എന്ന് പറയുന്നത് അത് തെറ്റാണ് എന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പണ്ടേ പറഞ്ഞ കാര്യമാണ്. ധാരാളം ഭാരവാഹികൾ ഉണ്ടായിട്ട് കാര്യമില്ല, പ്രവർത്തിക്കുന്ന ആളുകളാണ് വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് സംഭവിച്ചതോ? ഇപ്പോഴത്തെ ഇതിൻ്റെ കാര്യം അത്ഭുതമാണ്. എന്നിട്ടും തികയുന്നില്ല, ഇനിയും കുറേ പേര് വേണം. ഈ രണ്ട് സെക്രട്ടറിമാർ എന്ന നിലയിലേക്ക് വരെ. അതെ,
അല്ല അതുകൂടി വരുമ്പോൾ ഒരു ജനറൽ സെക്രട്ടറിക്ക് 2 സെക്രട്ടറിമാർ എന്ന കണക്കിൽ എനിക്ക് കോൺഗ്രസിന്റെ കൂടെ എന്ന് വെച്ചാൽ 100 ചില്ലാനം സെക്രട്ടറിമാർ പേര് വരും അത്ര. അതായത് കെ പി സി സി അംഗങ്ങളുടെ എണ്ണം പോലും ഇത്രയും ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഇത്രയും ഭാരവാഹികൾ, അത് അത്ഭുതമല്ലേ? അതൊക്കെ ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോഴും ഇപ്പം ഈ അവസരം കിട്ടാത്ത ആളുകളെ സെക്രട്ടറിമാരാക്കുമ്പോഴും പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങളാണ് ഇതിൽ വരുന്ന കാര്യം. ഇത് ഓരോന്നും അംഗീകരിക്കുമ്പോൾ ഓരോന്നിനു വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കോൺഗ്രസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് പാർട്ടിയിൽ ഇപ്പോൾ അബിൻ വർക്കി ഇന്ന് പറഞ്ഞ കാര്യം, അബിൻ വർക്കി പറഞ്ഞു എനിക്കൊരു സ്ഥാനവും വേണ്ട, ഞാൻ സമരം ചെയ്യാനും കേസിൽ കുടുങ്ങാനും പ്രതിയാവാനും ഒക്കെ തയ്യാറാണ്, ഞാൻ സമരരംഗത്തേക്കുണ്ട്. അങ്ങനെ പറയാൻ ഇപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ പറഞ്ഞാൽ പോരെ കോൺഗ്രസ് നേതാക്കന്മാർക്ക്? ഇവിടെ MLA-മാർ പാർട്ടി ഭാരവാഹികളാകുന്നു, MP-മാർ പാർട്ടി ഭാരവാഹികളാകുന്നു, എല്ലാ തരത്തിലുള്ള ആളുകളും ഈ മുൻ DCC പ്രസിഡന്റുമാർ, മുൻ ജനറൽ സെക്രട്ടറിമാർ, എല്ലാ ആളുകൾക്കും വീതം വെച്ച് കൊടുക്കുകയാണ്. പാർട്ടിയുടെ പ്രവർത്തനം അടിത്തട്ടിലേക്ക് പോകുന്നതിന് പകരം ഈ രീതിയിൽ പോകുന്നത് നമ്മൾ എന്നിട്ടും ഈ പ്രശ്നങ്ങൾ നമ്മളാരും പറഞ്ഞില്ലല്ലോ. ഈ പറയുന്ന 58 പേരെയും ഇത്രയും വൈസ് പ്രസിഡന്റുമാരെയൊക്കെ വെച്ചിട്ടും ആരും, സ്മൃതിയല്ലല്ലോ ഇത് തുടക്കട്ട്, ഞാനല്ലല്ലോ, പുറമേയുള്ള മാധ്യമപ്രവർത്തകർ ആരുമല്ല, നിസാം സെയ്ദ് പറയുന്നതൊക്കെ കേട്ടാൽ നമ്മളൊക്കെ കൂടി ഇത് പ്രശ്നമാക്കി എന്നുള്ളതാണ്. ശ്രീകുമാർ പറയുന്നു അങ്ങനെയാണ്. ഈ തുടക്കട്ട് അബിൻ വർക്കിയല്ലേ തുടക്കത്തിൽ? ഞാൻ ക്രിസ്ത്യാനി ആയതാണോ പ്രശ്നം? എന്ത് ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചാലും അത് പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ദേശീയ തലത്തിൽ പ്രവർത്തിക്കേണ്ട, എനിക്കിവിടെ പ്രവർത്തിച്ചാൽ മതി, ഞാൻ അവിടെ പോകുന്നില്ല എന്ന് അങ്ങനെ പറഞ്ഞ മാധ്യമപ്രവർത്തകരല്ലല്ലോ. അതേപോലെ ഈ ചാണ്ടി ഉമ്മൻ്റെ കാര്യം, ചാണ്ടി ഉമ്മൻ 1 വർഷം മുമ്പത്തെ ഔട്ട്റീച്ചിൻ്റെ കാര്യം ഇപ്പോഴെന്തിനാണ് എടുത്തിട്ടത്? ആരെങ്കിലും ഔട്ട്റീച്ച് എന്നുള്ള പദം ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ചാണ്ടി ഉമ്മനോട് ചോദിച്ചോ? അബിൻ വർക്കിയുടെ കാര്യം ചോദിച്ച സമയത്ത് അബിൻ വർക്കിക്ക് അവകാശപ്പെട്ടതായിരുന്നു, അബിൻ വർക്കി അർഹനായിരുന്നു എന്ന് പറയും. എനിക്കും ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നമെന്ന് പറഞ്ഞു വന്നത് ഈ ചാണ്ടി ഉമ്മനല്ലേ? അപ്പോൾ ഇത്തരത്തിലെ കാര്യങ്ങൾ പുറത്തേക്ക് ഇട്ടിട്ട് നിങ്ങളാരും ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. കെ മുരളീധരൻ്റെ കാര്യം എനിക്ക് ശ്രീകുമാർ പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. മുരളീധരനെ അനുനയിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. അനുനയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മോശം വാക്കാണോ? അനുനയിപ്പിച്ചു എന്ന് പറയുന്നത് വൃത്തികെട്ട വാക്കാണോ? അദ്ദേഹത്തിനുള്ള ഒരു പ്രശ്നം, ആ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം കോൺഗ്രസ്സിലല്ലെങ്കിൽ പോലും നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഉണ്ടായിട്ട് അദ്ദേഹത്തെ ശാന്തനാക്കിയിട്ട് അദ്ദേഹത്തെ പാർട്ടിയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനുനയിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല വാക്കാണ്, നല്ല കാര്യമാണ്. കേസി പാർട്ടി പിടിക്കുന്നു എന്നുള്ള ആശങ്കയിൽ കേസിക്കെതിരെ ഇവിടെ വിവിധ ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു എന്നങ്ങ് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സമവാക്യങ്ങൾ എങ്ങനെയാണ്? അതിലിപ്പോൾ ഇപ്പോൾ MK രാഘവൻ MP ശശി തരൂരുമായി ചേർന്ന് വീണ്ടും അടുത്ത ഒരു പരിപാടിക്ക് പോകുന്നു എന്ന് കേൾക്കുന്നത് എത്രത്തോളം വിശ്വസനീയമാണ്? കാരണം ഒരു തവണ നടപ്പാക്കാൻ നോക്കി പൊളിഞ്ഞ ഒരു പദ്ധതിയാണല്ലോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര, സാമുദായിക നേതാക്കളെ കാണൽ. അപ്പോഴൊക്കെ ഒരു സ്വീകാര്യതയും ഉണ്ടായിരുന്നു, ലീഗിൻ്റെ അടക്കം ഒരു പിന്തുണ ഒരു ഘട്ടം വരെ തരൂരിനുണ്ടായിരുന്നു. പിന്നീട് അത് ഹമാസ് വിഷയത്തിൽ പൊളിയുകയാണ് ഉണ്ടായത്. അങ്ങനെ പല രൂപത്തിലുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് ഉണ്ടായിട്ടുള്ളതാണ്. അതിനുശേഷം അത് എങ്ങനെയായിരുന്നു പരിപാടി എന്ന് വെച്ചാൽ മോദിക്കെതിരെ നിൽക്കാൻ കഴിവുള്ള നേതാവ് എന്ന നിലയ്ക്കായിരുന്നു. ഇപ്പോൾ എന്താണ്? അദ്ദേഹം ഒരു മോദി ഭക്തനാണെന്ന് പലതവണയായി തെളിയിച്ചു കഴിഞ്ഞാണ്. ഇനിയും MK രാഘവൻ തരൂരുമായി ചേർന്നൊരു ആലോചന നടത്തുകയാണെന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമായിരിക്കില്ലേ അത്? അല്ല, ഈ എതിർ നീക്കങ്ങളൊക്കെ വിജയിക്കണമെന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ കീഴിൽ ഓച്ചാനിച്ച് നിൽക്കുന്നതിനെതിരായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കും. ഇപ്പോൾ കെ മുരളീധരൻ്റെ നിലപാട് നമുക്കറിയാം, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. സ്മൃതി ചോദിച്ച ചോദ്യത്തിന് ഈ KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിനെതിരെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനെതിരെ, അദ്ദേഹം ഇവിടെ കേരളത്തിലേക്ക് കടന്നു വരുന്നതിനെതിരെയുള്ള ചില നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചോദിച്ചല്ലോ. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഇന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ചേപ്പാട് പള്ളി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നടത്തിയുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ പറയും, ഞാനത് മുഴുവൻ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുമെന്ന് പറയും. അതിനിടയിൽ അവസാനത്തെ ചോദ്യം ഈ അബിൻ വർക്കിയുമായി ബന്ധപ്പെട്ട ചാണ്ടിയുമനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും
രമേശ് ചെന്നിത്തല വളരെ ചിരിച്ചുകൊണ്ട് പോകും പറഞ്ഞു നിങ്ങളതൊക്കെ ചാണ്ടി ഉമ്മനോട് ചോദിക്കൂ. അബിൻ വർക്കിയെക്കുറിച്ച് പ്രശ്നം ചോദിക്കുമ്പോൾ അതൊക്കെ ചാണ്ടി ഉമ്മനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു പോകാൻ ചാണ്ടി ഉമ്മനും രമേശ് ചെന്നിത്തല ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. നമുക്കറിയാം ആദ്യം ഈ ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണങ്ങൾ, അതിനോട് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം, ഇതൊക്കെ കൂടി നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നീക്കമുണ്ട്. അത് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന കാര്യം പലർക്കും താല്പര്യമുണ്ടാവില്ല. രമേശ് ചെന്നിത്തല നേരത്തെ, അതായത് ഏതാണ്ട് 4.5 വർഷം മുമ്പേ പുതിയ പ്രതിപക്ഷ നേതാവ് വരുന്ന സമയത്ത് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രധാന കസേരയിലേക്കുള്ള മത്സരത്തിൽ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞയാൾ. അദ്ദേഹത്തിന് താല്പര്യം അടുത്ത മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അദ്ദേഹം വിട്ടുമാറില്ല. അവിടെ ഇതുവരെ പ്രതിപക്ഷ നേതാവായിട്ട് നിന്ന വി.ഡി. സതീശൻ തടസ്സമാവില്ല എന്ന രീതിയിൽ നിൽക്കുന്ന സതീശനെതിരെയുള്ള ചില പ്രതികരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദേഷ്യപ്പെട്ട പ്രതികരണങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ ക്രൂരമായ രൂപത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ലീഗുകാർക്ക് പോലും താല്പര്യമില്ല എന്ന് വന്നപ്പോൾ പ്രതീക്ഷയിലായിരുന്നു രമേശ് ചെന്നിത്തല. അപ്പോഴാണ് കെ.സി. വേണുഗോപാൽ ഇവിടെ തന്നെ യൂത്ത് കോൺഗ്രസിനെ ആണെങ്കിലും KPCC ആണെങ്കിലൊക്കെ സ്വന്തം വരുതിയിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം തന്നെ കേരളത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് വരുന്നു എന്ന് വരുമ്പോൾ ഈ ആളുകൾക്കൊക്കെ പ്രശ്നമുണ്ടാകും. അത് ശശി തരൂരിനുണ്ടാകും, രമേശ് ചെന്നിത്തലയ്ക്കുണ്ടാകും, ഈ എല്ലാ ആളുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള വേറെ കാര്യം. അതിനുള്ള കളികൾ പക്ഷേ നടക്കുന്നുണ്ടുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതെല്ലാം രീതിയിൽ ന്യായീകരിച്ചാലും കോൺഗ്രസിൽ ഒരു പ്രശ്നവും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ നിശബ്ദമായിട്ടുള്ള നീക്കങ്ങളാണ്. പണ്ട് ശ്രീകുമാർ പറഞ്ഞില്ലേ, പണ്ട് കാലത്ത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു സമവായം അവർ തന്നെ രൂപപ്പെടുത്തിയിരുന്നു. നീ അതെടുത്താൽ ഞാൻ ഇതെടുക്കും എന്ന രീതിയിലായിരുന്നു പോയിരുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെല്ലാം ചോദ്യങ്ങൾ കടുത്ത രൂപത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും അതിനെയൊക്കെ സരസമായി കൊണ്ടുപോയ ആളായിരുന്നു കെ. കരുണാകരൻ. അതേപോലെയല്ലല്ലോ ഇപ്പോൾ സതീശിൻ്റെ പെരുമാറ്റം. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ പോലും നമുക്ക് പണ്ട് KPCC പ്രസിഡന്റിനെ മുൻനിർത്തിക്കൊണ്ട് സതീശൻ നടത്തിയ കളികളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പാർട്ടിക്കകത്തും മുന്നണിയിലെ മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാർക്കിടയിലൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ KC വേണുഗോപാൽ രക്ഷകൻ്റെ രീതിയിലേക്ക് വരും. അത് അതേപടി അംഗീകരിച്ചാൽ തങ്ങൾക്ക് കിട്ടാവുന്ന അവസാനത്തെ സാധ്യത പോലും ഇല്ലാതാക്കുന്നത് കാണുമ്പോൾ അതിനെതിരെയുള്ള മറുനീക്കം നടത്താൻ ഇവരെല്ലാവരും ശ്രമിക്കും. ശരി, ശ്രീകുമാർ, ഇപ്പോൾ KC വേണുഗോപാൽ തനിക്ക് വേണ്ട അനുയായികളെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. അത് വിവിധ വിഭാഗങ്ങളിൽ, യൂത്ത് കോൺഗ്രസിൽ, മഹിളാ കോൺഗ്രസിൽ, KSUവിലടക്കം അദ്ദേഹത്തിന് ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചിരിക്കുന്നു. അതുവഴി ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നേതൃത്വം വഹിക്കാനാവുകയും അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ കഴിയുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷ എത്രത്തോളം പ്രായോഗികമായി ശരിയാണ്? ഇവിടുത്തെ മുഴുവൻ മുതിർന്ന നേതാക്കളെയും പിണക്കിക്കൊണ്ടത് സാധ്യമാണോ? അപ്പോൾ KC ഗ്രൂപ്പ് എന്നൊന്നില്ല എന്നങ്ങ് കരുതുന്നുണ്ടോ? അപ്പോൾ അധികാരമുള്ളിടത്തേക്കാണ് പൊതുവെ നേതാക്കൾ വരിക. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ലേ? ഈ പ്രതികരിക്കുന്ന 2-3 പേർക്കപ്പുറം ബാക്കി എല്ലാവരും KC ഗ്രൂപ്പ് ആയില്ലേ? നോക്കൂ ശ്രീമതി സ്മൃതി, ആ ഒരു നിരീക്ഷണം കൊള്ളാം. കാരണം എന്താ വെച്ചാൽ ഈ അധികാരം ഉള്ള സ്ഥലത്തേക്ക് ആ നേതാക്കൾ പോകും. അത് എല്ലാ പാർട്ടിയിലും അങ്ങനെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അത് കോൺഗ്രസ് മാത്രമല്ല. ഒരു കാലത്ത് VS അച്യുതാനന്ദൻ്റെ ഒപ്പം നിന്നു, പിന്നീട് അവരെല്ലാം പിണറായിയുടെ ഭാഗത്തേക്ക് പോയില്ല. എന്താ കാരണം നമുക്കറിയാം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് KC വേണുഗോപാൽ ഇപ്പോൾ AICCയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറിയാണ്. കോൺഗ്രസിൻ്റെ ഡൽഹി നേതൃത്വത്തിൽ എപ്പോഴും കേരളത്തിൽ ഒരു പിടിയുണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. ആ പിടിയില്ലാതെ പോയ ഒരു പ്രമുഖനായ AICC ജനറൽ സെക്രട്ടറി ഉള്ളൂ. ഒരുപക്ഷെ അത് നിസാർ സെയ്ദിന് ഓർമ്മയുണ്ടാവും, അല്ലെ സജീവനൊക്കെ ഓർമ്മയുണ്ടാവും, പലരും മറന്നു കാണും. ഒരു വാസുദേവ പണിക്കരുണ്ടായിരുന്നു. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു വാസുദേവ പണിക്കർ, ആലപ്പുഴ. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല, ഡൽഹിയിൽ മാത്രം. മലയാളിയായിരുന്നു വാസുദേവ പണിക്കർ, ആലപ്പുഴക്കാരൻ. പക്ഷേ അദ്ദേഹം ഒഴിച്ച് ബാക്കി ആരൊക്കെ ഡൽഹിയിൽ വന്നോ? ഇപ്പോൾ ലീഡർ കെ. കരുണാകരൻ ഡൽഹിയിലെ കേരളത്തിൽ ശക്തനായിരുന്ന കാലത്ത് അദ്ദേഹം ഡൽഹി ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിരുന്നു. AK ആന്റണി പിന്നീട് ആ ഭാഗത്ത് AK ആന്റണി വന്നു. പിന്നീട് പക്ഷേ വന്നില്ലാരും. ഉമ്മൻചാണ്ടി വന്നില്ല. കാരണം എന്താണ്? ഉമ്മൻചാണ്ടി കേരളം വിട്ടുപോയില്ല. രമേശ് ചെന്നിത്തല അങ്ങനെ വന്നില്ല. കാരണം രമേശ് ചെന്നിത്തല ആ പ്രായത്തിൽ കേരളത്തിൽ നിന്നു. ഇപ്പോൾ KC വേണുഗോപാൽ കേരള രാഷ്ട്രീയം വിട്ടിട്ട് പിന്നെ ഡൽഹിക്ക് പോയി. അപ്പോൾ ഡൽഹിയുമായിട്ട് രാഹുൽ ഗാന്ധി ആ ഒരു നേതൃനിരയായിട്ട് ബന്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് അടുപ്പവും നേതാക്കൾക്ക് കൂടും. മാത്രമല്ല കുറേ നേതാക്കൾക്ക് അദ്ദേഹത്തിനൊപ്പം നിൽക്കും. അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഇവിടുത്തെ സംഘടനാ സംവിധാന പ്രവർത്തന രീതി വേറെയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും അവർക്കൊക്കെ ഒരു കൂട്ടം അനുയായികൾ പ്രത്യേകിച്ചുണ്ട്.
ആ അനുയായികളും KC വേണുഗോപാലിനൊപ്പമുള്ള അനുയായികളും ഒക്കെ ഇവിടെ ഭരണം കിട്ടാൻ ശ്രമിക്കുമ്പോൾ അത് ഇവിടെ തന്നെയാണ് അവരൊരു നേതാവിനെ കണ്ടെത്തുക. അതിലിപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും KC വേണുഗോപാൽ ആ നിലയിലേക്ക് കേരളത്തിൽ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യത തീരെ കാണുന്നില്ല. LDFന്റെ കാര്യത്തിൽ തുടർ ഭരണമാണെങ്കിൽ അത് പിണറായി വിജയനായിരിക്കും മുഖ്യമന്ത്രി എന്നവർക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. പക്ഷേ UDFന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? കാരണം വെച്ചാൽ അത് CPM അല്ലാത്തത് കൊണ്ട്. CPMൽ പിണറായി വിജയനാണ് സർവശക്തൻ, പാർട്ടി സെക്രട്ടറി അല്ലല്ലോ. നോക്കൂ സ്മൃതി, CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയെ തിരുത്താനുള്ള ശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ജ്യോതി ബസുവിന് ഉണ്ടായിരുന്നില്ലത്. ബംഗാള് 30 വർഷം ഭരിച്ച ജ്യോതി ബസുവിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോൺഗ്രസിന് സർവശക്തനായ നേതാവില്ല കേരളത്തിൽ. വിജയൻ ഉണ്ടായി. അതുപോലെ അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. ഞാൻ പറയുന്നതിന് മുമ്പ് സ്മൃതി ഇങ്ങോട്ട് പറയല്ലേ. കേരളത്തിൽ ഇപ്പോൾ ഉള്ളവരാണ് പ്രതിപക്ഷ നേതാവും ഉണ്ട്, KPCC പ്രസിഡൻറ്റും ഉണ്ട്, UDF കൺവീനറും ഉണ്ട്, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും ഉണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുമ്പോൾ സാധാരണ ഇതിൽ കോൺഗ്രസ് പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ അവരുടെ നേതാവിനെ നിശ്ചയിക്കും. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ മുൻകൂട്ടി നേതാവിനെ കോൺഗ്രസ് ഒരിക്കലും അവതരിപ്പിക്കാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുൻകൂട്ടി അവതരിപ്പിക്കുന്നത് പാർട്ടിയിൽ അന്തഃഛിദ്രം ഉണ്ടാക്കും. അത് നമ്മൾ മനസ്സിൽ അടച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് അന്തഃഛിദ്രം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ കരുണാകരൻ ആന്റണി കാലം പോലെ അല്ല. കരുണാകരൻ ആന്റണി കാലത്താണെങ്കിൽ ആന്റണി KPC പ്രസിഡന്റാണ്, അദ്ദേഹത്തിന് അതായിരുന്നു ഇഷ്ടം. കരുണാകരൻ പാർലമെൻ്ററി തലത്തിലും വന്നു. ഉമ്മൻചാണ്ടി കാലയപ്പോൾ അങ്ങനെ ആയിരുന്നുമാണ്, ഉമ്മൻചാണ്ടി പാർലമെൻ്ററി തലത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ വ്യത്യാസമുണ്ട്. ഒരുപാട് നേതാക്കൾ തുല്യരായിട്ട് നിൽപ്പുണ്ട്. അതിലൊരാളെ ആക്കാൻ പറ്റുള്ളൂ, എല്ലാവർക്കും മുഖ്യമന്ത്രി ആകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി പറയുന്ന സ്വഭാവമില്ല. അപ്പോൾ ചില പറയും പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് മുഖ്യമന്ത്രി ആവുക, വേറെ ചില പറയും മുൻ പ്രതിപക്ഷ നേതാവാണ് താല്പര്യം. എല്ലാവരും പറഞ്ഞോട്ടെ, ജയിക്കട്ടെ, ആദ്യം ജയിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെയാണ് ഞാൻ പറയാൻ കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വികാരമുള്ളതെന്ന് വെച്ചാൽ ഈ നേതൃതലത്തിലുള്ള ഭിന്നതയൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. സ്മൃതി, ഒരാൾ മൈൻഡ് ചെയ്യുന്നില്ല. ആ ഭാരവാഹി ആയാലും കൊള്ളാം, ആയില്ലേലും കൊള്ളാം, അങ്ങനെ നേതാവായാലും കൊള്ളാം, ആയില്ലേലും കൊള്ളാം, മൈൻഡ് ചെയ്യുന്നില്ല പ്രവർത്തകർ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കൂ, കോൺഗ്രസ് എന്ത് പരിപാടി ഇട്ടാലും വിജയിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ തദ്ദേശ ഇലക്ഷൻ വരികയാണ്. ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു വാർഡ് മെമ്പറാവുക എന്നുള്ളതാണ്. അവിടെ ഒരു KPCC ഭാരവാഹി വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. ആ വാർഡിൽ ആ മെമ്പർക്ക് മാത്രമേ ചെയ്യാനുള്ളൂ. KPCC ഭാരവാഹി എന്താ വെച്ചാൽ സംഘടനാപരമായ സംവിധാനം വേണം. ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും വേണം. ഇതിൽ ജനറൽ സെക്രട്ടറിമാർ കൃത്യമായി പ്രവർത്തിച്ചില്ല എന്ന് കോൺഗ്രസ് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ആലത്തൂർ തിരഞ്ഞെടുപ്പ് ഇത്തവണ നടന്നത്, ലോക്സഭാ തിരഞ്ഞെടുപ്പ്. അപ്പോൾ അതൊക്കെ പാർട്ടിയിൽ സംഭവിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതുപോലെ ഈ ചാനൽ ആക്റ്റീവ്സ് ഉണ്ടല്ലോ നമ്മുടെ, അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ ചർച്ച ചെയ്യുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ചർച്ചയാവുന്നില്ല. ചർച്ചയാവാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രവർത്തകർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ഒരാൾ നേതാവാവണമെങ്കിൽ ആ ആൾക്ക് അണികളോ അനുയായികളോ കൃത്യമായിട്ട് കൂടുതൽ ഉണ്ടാകണമെന്നില്ല. നേരെ മറിച്ചൊരു മണ്ഡലം പ്രസിഡന്റിനുണ്ടാവും അനുയായികൾ. KPCC ഭാരവാഹി എന്ന വേറെ പല ഘടകങ്ങൾ കൊണ്ടാണ്. ആ ഘടകങ്ങളിൽ ഒരുപാട് ഘടകങ്ങൾ വ്യത്യാസമുണ്ട്. ആ ഘടകമുള്ള ഒരാൾക്ക് അണികളിൽ ഒരുപക്ഷെ സ്വാധീനം ഉണ്ടാകണമെന്നില്ല. അത് സംഘടനാപരമായ തീരുമാനത്തിൽ അദ്ദേഹം അവിടെ നിർവഹിക്കും. ഒരു സംഘടനാപരമായിട്ട് നന്നായി പ്രവർത്തിക്കുന്ന ഒരു KPCC ഭാരവാഹിക്ക് ഒരുപക്ഷെ അണികൾക്കിടയിൽ സ്വാധീനം ഉണ്ടാകണമെന്നില്ല. അദ്ദേഹം നോക്കേണ്ടത് KPCCയുടെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അണികൾ എന്താ ചെയ്യുന്നത്? അണികളെ സംബന്ധിച്ചുള്ള അവരുടെ മുമ്പിൽ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റുമാണ്. നോക്കൂ സ്മൃതി, ഒരു കാര്യം ആലോചിക്കൂ. 2000-2000 പ്രമുഖരായ നേതാക്കൾ കോൺഗ്രസിനുണ്ട്. ആ 2000-ൽ നിന്നും 59 പേരെ അല്ലേ ഭാരവാഹിയാക്കിയുള്ളൂ. 59 പേരെ. ആ തെരഞ്ഞെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു 100 മുദ്രാവാക്യം, 100 അഭിവാദ്യങ്ങൾ ഞാൻ നേരുകയാണ്. 59 പേരെ 2000 നേതാക്കൾ തെരഞ്ഞെടുത്തില്ലേ? അത് മാത്രമല്ല, ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അല്ല, ചുമതല വീതിച്ച് നൽകുമ്പോൾ തർക്കമല്ല ഉണ്ടാവുക. ചുമതല സാധാരണ ജനറൽ സെക്രട്ടറിമാർക്ക് ചുമതല കൊടുക്കും. പക്ഷേ ജനറൽ സെക്രട്ടറിമാർക്ക് ചെയ്യേണ്ട ജോലി എന്താണെന്ന് വെച്ചാൽ ആ ജോലി കൃത്യമായി നിർവഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ജനറൽ സെക്രട്ടറിക്ക് പ്രവർത്തകർക്കിടയിൽ അംഗീകാരം വേണം. അല്ല ജനറൽ സെക്രട്ടറിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഭാരവാഹി ആയതൊക്കെ വേറെ കാര്യം. ഞാനതൊക്കെ തുറന്നു പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയോ? ഞാനൊരു പ്രവർത്തകൻ്റെ വികാരം വെച്ച് എപ്പോഴും സംസാരിക്കുള്ളൂ. KPCCയുടെ ജനറൽ സെക്രട്ടറിമാരാണെങ്കിലും വൈസ് പ്രസിഡന്റുമാരാണെങ്കിലും ആരായാലും ശരി, അവരുടെ മുമ്പിൽ 2 പേരേ ഉള്ളൂ. ഒന്ന് KPCC പ്രസിഡന്റ്, 2 പ്രതിപക്ഷ നേതാവ്, 3 AK ആന്റണിയും നമ്മുടെ സുധീരൻ, ആ ഒരു തലമുണ്ടല്ലോ, രമേശ്, അങ്ങനത്തെ ഒരു തലമുണ്ടല്ലോ, ആ മറ്റേ K സുധാകരൻ, ആ ഒരു തലത്തിൽപ്പെട്ട ആൾക്കാർ. മറ്റുള്ളവരൊക്കെ അവരുടെ മുമ്പിൽ ഭാരവാഹികളാണ്.
ആ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രശ്നമില്ല. അവർക്ക് വരാം, ചുമതല നിർവഹിക്കാം, പോകാം, ഒക്കെ ചെയ്യാം. പക്ഷേ പ്രവർത്തകൻ്റെ മുമ്പിൽ അവൻ കാണുന്ന ആദ്യത്തെ നേതാവ് മണ്ഡലം പ്രസിഡൻ്റാണ്. അതിന് മുകളിൽ കാണുന്ന നേതാവ് ബ്ലോക്ക് പ്രസിഡൻ്റാണ്. അതിന് മുകളിൽ കാണുന്ന നേതാവ് DC പ്രസിഡൻ്റാണ്. ഈ ഒരു തലത്തിൽ നിന്നും KPCCയിലേക്ക് ഒരു പ്രവർത്തകൻ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നും സത്യത്തിൽ ഈ അണികൾക്കിടയിൽ ബാധിക്കുന്നില്ല. ഞാനിത് ആദ്യം പറയാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ചയ്ക്ക് ഒരു ചൂട് വരട്ടെ. കാരണം നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ എല്ലാം ചർച്ച ചെയ്യണമല്ലോ. അപ്പോൾ KPCCയുടെ ഇപ്പോൾ ഒരുപാട് നേതാക്കൾ ഇപ്പോൾ മറ്റേ സതീശനെ കുറിച്ച് ചോദിച്ചു, സതീശനോട് ചോദ്യം ചോദിച്ചപ്പോൾ ക്ഷുഭിതനായി. അതൊന്നും അല്ലല്ലോ വിഷയം. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. K മുരളീധരനോട് നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ജെയ്സൺ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്താ ചോദിച്ചാൽ അറിയോ? ആ ചോദ്യം കൃത്യമാണ്. എന്താ ചോദിച്ചത്? താങ്കൾ പന്തളത്ത് പോകുന്നുണ്ടോ? ഞാൻ പോകുന്നുണ്ട്. വേറെ ചിലരാണെങ്കിൽ അങ്ങനെയല്ല ചോദിക്കുക. താങ്കൾ ഇവിടുന്ന് കോഴിക്കോട്ടേക്കാണല്ലോ പോകുന്നെന്ന് കേട്ടത്. അപ്പോൾ ചൂടാവും, അപ്പോൾ ആൾക്ക് ദേഷ്യം വരും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ജെയ്സൺ പക്ഷേ മുരളിയുടെ രാഷ്ട്രീയം നന്നായിട്ട് അറിയുന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും ഞാൻ പറഞ്ഞ അതൊക്കെയാണ് വിഷയങ്ങൾ. ഇപ്പം നമ്മൾ ചാനൽ ഇപ്പോൾ ഇന്ന് ഏത് ചാനലിലും എനിക്ക് ഓർമ്മയില്ല, നമ്മുടെ ഈ ജാഥ പകുതി വെച്ച് 3.5 കിലോമീറ്റർ കഴിയുമ്പോൾ കാലാവസ്ഥ മൂലം നിർത്തും എന്ന് കേൾക്കുന്നു. നോക്കൂ സ്മൃതി, കുളനറയിൽ നിന്നും പന്തളത്തേക്കൊരു ജാഥ വെച്ചിട്ട് പന്തളത്തല്ലേ പൊതുയോഗം. അപ്പം നമ്മൾ ഈ പറയുമ്പോൾ ആലോചിക്കണ്ടേ? അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഈ നേതാക്കളെ ക്ഷുഭിതരാകുന്നത്. നേതാക്കൾ ക്ഷുഭിതരാകുന്നത് തെറ്റല്ല, പക്ഷേ നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ക്ഷുഭിതരാവണം. മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ട് ചോദ്യങ്ങൾ കേട്ടിട്ട് ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ അവിടെ ദേഷ്യപ്പെടണം. അല്ലാണ്ട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ നോക്കിയിട്ട് പോവുകയല്ല വേണ്ടത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന നേതാവും പ്രത്യക്ഷപ്പെട്ട് ദേഷ്യപ്പെടുന്ന നേതാവും അതുപോലെ തന്നെ പ്രത്യക്ഷപ്പെട്ട് ലളിതമായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന നേതാവുമാണ് കേരളം കണ്ടുപരിചയിച്ചിട്ടുള്ളത്. ശരി, ശ്രീ ലാൽകുമാർ, ഇപ്പോൾ ആചാര സംരക്ഷണ ജാഥയാണല്ലോ ഇന്നിപ്പോൾ പന്തളത്ത് സമാപിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട വിഷയം സംസ്ഥാന വ്യാപകമായി മേഖലാ ജാഥകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമാപന പരിപാടിയാണ്. അതിലിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഈ നാമജപ ഘോഷയാത്രയിൽപ്പെട്ടവരുടെ എല്ലാവരുടെയും കേസുകൾ പിൻവലിക്കും നമ്മൾ അധികാരത്തിലെത്തിയാലെന്നുള്ളതാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോടൊരു അവിശ്വാസം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നൊരു സമയം കൂടിയാണ്. ഇപ്പോൾ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു. തനിക്കൊപ്പം 5 കൂട്ടാളികളുണ്ടെന്ന് പറയുന്നു. ആ 5 കൂട്ടാളികൾ ആരാണ്? ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവരായിരുന്നോ എന്നുള്ള ചോദ്യം അവിടെ വരികയാണ്. അതൊക്കെ ഇനി വരാനിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സർക്കാരുമായി ബന്ധപ്പെട്ട ശക്തമായ വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ കോൺഗ്രസിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില നേതാക്കൾ മാന്തിപ്പിച്ച് എന്ന് പറയുന്നതാണോ കേരളത്തിൽ പ്രധാനപ്പെട്ട വിഷയമാവുക? അല്ല, ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇവിടെ 2 പേര് കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച് കഴിഞ്ഞു. അതിനകത്ത് കുറച്ച് മറുപടി പറയാനുണ്ട്. അത് പറയാതെ പോകാൻ പറ്റില്ല. ഇതിനകത്ത് ശ്രീകുമാരേട്ടൻ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ക്രാഫ്റ്റ് ചെയ്തൊരു കാര്യം, CPM-ന്റെ ജനറൽ സെക്രട്ടറിയെ പിണറായി വിജയൻ തിരുത്തി. നോക്കൂ, പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? പിണറായി വിജയൻ്റെ മാത്രം ഉള്ള ഒരു നോളജ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക്, അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസിലേക്ക് സമൻസ് വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനൊരു കാര്യമില്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അത് സത്യസന്ധമായ ഒരു മറുപടി പറയുമ്പം അത് തിരുത്താകത്തില്ലേ? അത് തിരുത്തിന് എന്താണ് തെറ്റ്? പിണറായി വിജയൻ മാത്രം പറയേണ്ട മറുപടിയാണ്. കാര്യം ക്ലിഫ് ഹൗസ് ഓൺ ചെയ്യുന്നത് അദ്ദേഹമാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. ആ സ്ഥലത്തേക്ക് എനിക്ക് സമൻസ്, എൻ്റെ ഓഫീസിലേക്ക് സമൻസ് വന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞത് CPM ജനറൽ സെക്രട്ടറിയെ തിരുത്തി. അങ്ങനെ വെണ്ടയ്ക്കാവൽക്കരിക്കുന്ന മാധ്യമധർമ്മമാണ് അദ്ദേഹം അവിടെ കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു മര്യാദയുള്ള ഇന്റർപ്രിട്ടേഷൻ അല്ല നടത്തിയത്. വേറെ ഏതെങ്കിലും കാര്യത്തിൽ അങ്ങനെ നടന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എൻ്റെ അറിവിലില്ല. അതവിടെ നിൽക്കട്ടെ. അടുത്ത് ഇവിടെ കുറേ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഓരോന്നോരോന്നോട്ട് പറയാം. ഇന്ന് ഇപ്പം നിസാം പറഞ്ഞൊരു കാര്യം, ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് തർക്കം ഏറ്റവും കുറഞ്ഞ് നിൽക്കുന്ന സമയമാണ് കോൺഗ്രസിലെ. എനിക്കതിനകത്ത് സംശയമില്ല. കാര്യം പണ്ട് 2 ഗ്രൂപ്പായിരുന്നു, ഇപ്പൊ 16 ഗ്രൂപ്പായി. അപ്പൊ ഗ്രൂപ്പിന്റെ ശക്തി കുറയുക ചെയ്യുന്നത്. ശക്തി കൂടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പണ്ട് എൻ്റെ അറിവിൽ AU IU ആയിരുന്നു. അത് ഒരിടത്ത് കരുണാകരൻ ഉണ്ടായിരുന്നു, ഒരിടത്ത് ആന്റണി ഉണ്ടായിരുന്നു. അത് മാറി ഉമ്മൻചാണ്ടി സാർ വന്നു, അല്ലെങ്കിൽ ഇപ്പുറത്ത് രമേശ് ചെന്നിത്തല വന്നു. അങ്ങനെയുള്ള ഫൈറ്റാണ് അത്. നിങ്ങൾ തന്നെ അതിനെ വിളിച്ചുകൊണ്ടിരുന്ന പ്രൊഡക്റ്റീവ് ഫൈറ്റ് എന്നാണ്. അങ്ങനെ പ്രൊഡക്റ്റീവ് ഫൈറ്റ് അല്ല ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ അതാ ഞാൻ ആദ്യം ലിസ്റ്റ് പറഞ്ഞല്ലോ, ഞാനൊരു ലിസ്റ്റ് തന്നെ ഇവിടുത്തെ ഗ്രൂപ്പിന്റെ ലിസ്റ്റ് പറഞ്ഞല്ലോ. അങ്ങനെയുള്ളപ്പം നിങ്ങൾക്ക് ശക്തിയായ അടി കാണത്തില്ല. കാര്യം ഇവരുടെ പെർട്ടിക്കുലറിസ്റ്റിക് ഇൻട്രസ്റ്റുകൾ അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ടൊരു അടി നമ്മൾ കാണുന്നില്ല. അത്ര ഉള്ള അതിനകത്തെ കാര്യം. ആരാറ് കൂട്ടത്തില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ നിങ്ങൾ എന്നെ കേൾക്കുന്നവർ, ഇവിടെ ഗ്രൂപ്പ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, ഉമ്മൻചാണ്ടി പോയ സ്പേസിലേക്ക് A ഗ്രൂപ്പിൽ ആരാ ഒക്യുപ്പൈ ചെയ്തത്? ആരും വന്നിട്ടില്ല. അത് ഈ പറയുന്ന KC വേണുഗോപാലും KC വേണുഗോപാലിന്റെ കൂട്ടത്തിൽ നിന്ന ആൾക്കാരും ഐയിലെ കുറച്ച് പേരും എല്ലാം കൂടി ചേർത്ത് ആ സ്പേസ് ഒക്യുപ്പൈ ചെയ്ത് ഉമ്മൻചാണ്ടിയുടെ മോനെ ഉൾപ്പെടെ എടുത്ത് തെറിപ്പിച്ച് ദൂരെ കളഞ്ഞു. അതല്ലേ സംഭവിച്ചത്? അതാ സംഭവിച്ചതെന്ന് പറയുന്നതിന് എന്താ? എനിക്ക് അങ്ങനെ പറയുന്നതിന് എനിക്കൊരു മടിയുള്ള ആളല്ല. നോക്കൂ, ഇവിടെ
അധികാര കേന്ദ്രത്തിലേക്ക് ആൾക്കാർ പോകും. ആ പോകുന്ന KC വേണുഗോപാലിന്റെ അധികാരം ഇരിക്കുന്നത് നിങ്ങൾ പറ. അപ്പം ഇതാണ് അവിടുത്തെ പ്രശ്നം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ കാര്യത്തിൽ ഇടപെടാൻ KC വേണുഗോപാൽ ഉള്ളായിരുന്നപ്പം ഉമ്മൻചാണ്ടി സമ്മതിക്കുമായിരുന്നോ? ഉമ്മൻചാണ്ടിയുടെ ഇവിടെ ഉള്ളപ്പം കളി നടക്കത്തില്ലായിരുന്നു. അന്നും KC വേണുഗോപാലുണ്ട്. സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ഉള്ളപ്പോഴും ഉണ്ട്. കാര്യം ഉമ്മൻചാണ്ടിക്ക് കളവുണ്ടായിരുന്നു. ഇത് KC വേണുഗോപാൽ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇത് പോയി എന്ന് പറയുന്നതിൽ അത് എനിക്കൊരു അത്ഭുതം തോന്നുന്നില്ല. പിന്നെ കോൺഗ്രസ്സുകാരെല്ലാം അച്ചടക്കത്തോട് ചിട്ടയോടുകൂടിയാണ് പെരുമാറുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ പാലക്കാടുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ടും ഒരു മനുഷ്യനും പറയാത്ത ചീത്തയാണ് ശ്രീമാറിയേട്ട ഈ പറയുന്ന VD സതീശനെ ബാക്കിയുള്ള ഈ കോൺഗ്രസിന്റെ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുന്നത്. അത്ര ചീത്തയാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. ചീത്താൻ തന്നെ പറയുന്നത് അസഭ്യ വർഷമാണ് അദ്ദേഹത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു CPM കാരനും പറയാത്ത രീതിയിലാണ് കോൺഗ്രസ്സുകാരനെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഇത് താല്പര്യങ്ങളെ ഉള്ളൂ ഇതിനകത്ത്. നിങ്ങൾ എത്ര ചർച്ചയ്ക്ക് ഇവിടെ വന്നിരുന്നാലും ഇത് 3 മണിക്കൂർ നിങ്ങൾ ഈ ഡിബേറ്റ് എക്സ്റ്റെൻഡ് ചെയ്താലും ആൾക്കാർക്ക് കൃത്യമായിട്ട് കാര്യം അറിയാം, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നോക്കൂ, ഈ പറയുന്ന വിഷയങ്ങളെല്ലാം വരും. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പം ഇപ്പൊ നിസാം പറഞ്ഞതുപോലെ CPMന്റെ 10 വർഷത്തെ ഭരണത്തെക്കുറിച്ചാണ് ഇവിടെ വിലയിരുത്തുന്നത്. 5 വർഷത്തെ ഭരണം ഓൾറെഡി വിലയിരുത്തി നിസാമേ. അത് കഴിഞ്ഞ് വീണ്ടും അധികാരത്തിൽ വന്നതായി കണ്ടത്. നിങ്ങൾ അപ്പോഴും 10 വിട്ടിട്ടില്ല. നിങ്ങൾ 10 തന്നെ വിലയിരുത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. കണ്ടിന്യൂഷൻ ആയിട്ട് 10 തന്നെ വിലയിരുത്തിക്കോ. അതിനകത്ത് എന്തൊക്കെ വരും? കോൺഗ്രസിന്റെ വീക്ക്നെസ് വരത്തില്ലേ? വരും. CPMന്റെ വീക്ക്നെസ് വരത്തില്ലേ? വരും. ഞാനിതെന്നും പറയുന്നതാണ്. എല്ലാ കാര്യങ്ങളും വരും. നമുക്ക് അത് നിങ്ങളുടെ വീക്ക്നെസ് വരത്തില്ലേ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന രാജസ്ഥാനിലെ ഒരു തെരഞ്ഞെടുപ്പിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും കൂടെ അങ്ങോട്ടിരുന്ന് തായം കളിച്ച് നിങ്ങളുടെ ഒരു ഇത് കളഞ്ഞു ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു നിയമസഭ BJPയുടെ കൈ കൊണ്ട് കൊടുത്തത് അതും സംഭവിക്കും. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ന്യൂനത ഉണ്ടെങ്കിൽ അതും വരും. പല കാര്യങ്ങളും വരും, പല ചർച്ചാ വിഷയങ്ങളും വരും. ശബരിമല ഇതിലും ശക്തമായി ഒരിക്കൽ വന്നില്ലേ? 2019 ഏറ്റവും ശക്തമായി വന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് അത്രയും വലിയ ശക്തിയുള്ള വിഷയങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നേ. തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ഒറ്റ കാര്യങ്ങൾ പറയാം, അത് ഞാൻ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. 2019 ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട അനീതി സ്മൃതി ചോദിച്ച ചോദ്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ ക്ലിയർ ആയിട്ട് നടക്കും. ഉറപ്പായിട്ടും ആൾക്കാരെ പിടിക്കണം. അതിനകത്ത് CPMും കോൺഗ്രസും BJP ഒന്നും ഞാൻ പറയത്തില്ല. അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആരാണോ ഇതിനകത്ത് കൾപ്രിറ്റ്സ് അവരെ ഉറപ്പായിട്ടും പിടിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അത് പിടിച്ചേ മതിയാകൂ. അതിന് CBI ഹൈക്കോടതി മേൽനോട്ടം നടത്തി ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ വേണ്ട, CBI അന്വേഷണം മതി എന്ന് പറയുന്ന ആ ഒരു വിശാല മനസ്സിന്റെ ഉടമയാണ് VD സതീശൻ. അത്ര മാത്രമേ പറയുന്നുള്ളൂ. സെയ്ദ്, കെ സുധാകരൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അങ്ങ് എന്താണ് മനസ്സിലാക്കുന്നത്? സ്മൃതി, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കെ സുധാകരൻ ഉൾപ്പെടെ കെ മുരളീധരൻ ഉൾപ്പെടെ പല ആളുകൾക്കും ഈ പുനഃസംഘടനയെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം, അസംതൃപ്തികളുണ്ടാകാം. കോൺഗ്രസിനുള്ളിൽ ഇതിനെ സംബന്ധിച്ച് ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഈ പൊട്ടലുകളും ചീറ്റലുകളും ഒന്നും പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനം. കോൺഗ്രസിൽ സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ വ്യാപ്തിയോ ഒന്നും ഈ പുറത്തേക്ക് എന്നുള്ള യാഥാർത്ഥ്യബോധം കൊണ്ടായിരിക്കില്ലേ നടക്കാത്തത്. ഇതൊന്നും ശ്രീകുമാർ പറഞ്ഞതുപോലെ ഇതൊന്നും ടോളറേറ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല പ്രവർത്തകർ എന്ന് നേതാക്കന്മാർക്ക് തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. ഈ പറയുന്ന ഒരു വിധത്തിലുള്ള കുന്നായ്മകളും അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകളും സഹിക്കാനോ അതനുസരിച്ച് മണ്ഡലം തലത്തിൽ പ്രവർത്തിക്കാനോ പ്രവർത്തകർ തയ്യാറല്ല. പ്രവർത്തകർ എന്ത് അടിസ്ഥാനത്തിലും ഈ ഭരണത്തിന് അവസാനം കണ്ടേ മതിയാകൂ എന്നുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുന്ന പ്രവർത്തകരോട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പ്രതികരിക്കണം, അല്ലെങ്കിൽ പാർട്ടിയുടെ പൊതുവായ താല്പര്യത്തിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ ആ നേതാവ് അപ്രസക്തനായി മാറുക മാത്രമേ ഉള്ളൂ. അതെല്ലാ നേതാക്കന്മാരും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് തലത്തിലുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളോ ഒരു റിബലിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള രീതികളോ ഒന്നും ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായൊക്കെ ബന്ധപ്പെട്ട് ചില ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്ക് കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും മുൻകാലത്തിൽ ഒരിക്കലും കാണാത്ത രീതിയിൽ ഐക്യത്തോടുകൂടിയാണ് പോകുന്നത്. പിന്നെ 10 വർഷത്തിലെ കാര്യം എന്തിനാണ്ടോ പറയുന്നത്, 5 വർഷത്തെ പറഞ്ഞാൽ പറയുന്നത് ലാലി ചോദിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ മത്സരമായിരുന്നു എന്ന് ഞാൻ കരുതില്ല. മനുഷ്യർക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ കഴിയാത്ത ഒരു കാലാവസ്ഥയിൽ നടന്ന, നമ്മുടെ ജീവിതം വളരെ അനിശ്ചിതത്വത്തിലും പ്രതിസന്ധിയിലും നിന്ന ഒരു ഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ്
ഒരു രാഷ്ട്രീയ മത്സരമേ ആയിരുന്നില്ല. ജനങ്ങൾ അടുത്ത നേരത്തെ അത്താഴം എവിടെ നിന്ന് വരുമെന്ന് ആകാംക്ഷാകുലരായിരുന്ന ഒരു കാലത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു ഉറപ്പിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലഭിച്ച ഉറപ്പിനെ വിശ്വസിച്ച് അവർ വോട്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിലാണ് ജനങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ നേരായ രീതിയിൽ അവർ മത്സരിച്ചാൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മെച്ചപ്പെട്ട പ്രകടനമൊന്നല്ല, കാര്യമായി ഒരു പ്രകടനവും നടത്താൻ പറ്റില്ല എന്ന് CPM ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ BJP-യുമായി നീക്കുപോക്കുണ്ടാക്കി എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമോ എന്നുള്ള പ്രവർത്തനങ്ങളാണ് കുറേ ദിവസങ്ങളായി നടന്നു വന്നത്. അതിനുവേണ്ടി അവർ അയ്യപ്പ സംഗമം നടത്തും, അതിനുവേണ്ടി അവർ ആദിത്യനാഥിൻ്റെ പ്രസ്താവന വായിക്കും, അതിനുവേണ്ടി അവർ അമൃതാനന്ദമയുടെ തൊഴിൽ കൈയിടും, അതിനുവേണ്ടി അവർ NSS-നെയും SNDP-യെയും ഒരേ സമയം LDF-ലേക്ക് പിന്തുണ പ്രഖ്യാപിക്കാനായി പ്രേരിപ്പിക്കും. പക്ഷേ അയ്യപ്പൻ്റെ നന്മ കൊണ്ട് ഇതൊന്നും അനുവദിക്കില്ല എന്ന് വളരെ വ്യക്തമായി അവരുണ്ടാക്കിക്കൊണ്ട് വന്നിരുന്ന വിഷയങ്ങൾ നിരവധിയുണ്ട്. ആ വിഷയങ്ങൾ കൃത്യമായി ഉന്നയിക്കാനും അതിൽ ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രതിപക്ഷത്തിന് എത്രത്തോളം കഴിയുന്നുണ്ട്? അല്ല, പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായ രൂപത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ അവർക്ക് അധികാരത്തിലേക്ക് വരാനുള്ള എന്തെങ്കിലും സാധ്യതയുള്ളൂ. പക്ഷെ സംഭവിക്കുന്ന അതല്ല. ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രഖ്യാപനത്തിന് ശേഷം നടക്കുന്ന ചർച്ച മുഴുവൻ അവർക്കിടയിലെ പ്രശ്നങ്ങളാണ്. അത് മറ്റൊരാളുമല്ല ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്, അതിനകത്തെ നേതാക്കന്മാരാണ്. പ്രവർത്തകർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞാൽ പോലും പാർട്ടി പ്രവർത്തകരല്ല വോട്ടർമാർ പൂർണ്ണമായിട്ടും. അത് കോൺഗ്രസ്സുകാർ ആദ്യം മനസ്സിലാക്കണം. കോൺഗ്രസിൻ്റെ ഈ നേതാക്കന്മാർ തമ്മിലുള്ള ഈ ചക്കളത്തി പോരാട്ടം ഇതേപോലെ പോയി കഴിഞ്ഞാൽ അതിനോട് യോജിക്കാൻ പറ്റാത്ത നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരുണ്ട്. ഒരു 10% ഈ പാർട്ടി പ്രവർത്തകരോ പാർട്ടി അഫിലിയേഷൻ ഇല്ലാത്ത ആളുകളാണ് വോട്ടർമാർ. അവർക്ക് മഴമടുപ്പുണ്ടാക്കും. നമുക്കിപ്പോൾ തന്നെ അറിയാമല്ലോ, ഈ ഒരു ഘട്ടത്തിലും ഏതാണ്ട് 9 വർഷക്കാലമായിട്ട് അധികാരത്തിലില്ലാത്ത ഒരു മുന്നണിയും പാർട്ടിയും അവരിങ്ങനെയാണോ പെരുമാറേണ്ടത്? അവർ അധികാരത്തിലെത്തിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ജനം ചിന്തിച്ചു പോകും. പാർട്ടി പ്രവർത്തകർക്ക് ആവേശമൊക്കെ ശ്രീകുമാർ പറഞ്ഞ പോലെയും നിസാം പറഞ്ഞ പോലെയൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ അതേപോലെയല്ല സാധാരണ വോട്ടർമാരുടെ, നിഷ്പക്ഷ വോട്ടർമാരുടെ അവസ്ഥ അവർ കുറേ വിലയിരുത്തും. അതൊരിക്കൽ പോലും നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും ഗുണവും നോക്കിയിട്ടായിരിക്കില്ല. അത് സ്വാഭാവികമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളായിരിക്കും. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് 100 സീറ്റിൽ നിന്നൊക്കെ എഴുതി വെക്കാൻ, കടലാസിൽ പഞ്ചസാര എന്ന് എഴുതി വെച്ചാൽ മധുരിക്കില്ലല്ലോ, അതേപോലെ 100 സീറ്റിൽ നിന്നൊക്കെ പറയാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞേക്കും. പക്ഷേ ആ 100ലേക്ക് അടുക്കണമെങ്കിൽ ഈ പോക്ക് പോയിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ലാൽകുമാർ, ശ്രീ N. ശ്രീകുമാർ, ശ്രീ നിസാം സെയ്ദ്, ശ്രീ എസ് സജീവൻ ചർച്ചയിൽ പങ്കെടുത്താണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.